أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلى حضرة سيدنا وحبيبنا المصطفى محمد صلى الله عليه وسلم، وإلى حضرة الشيخ العلامة سيدنا القاضي رضي الله عنه مصنف هذا الكتاب، وإلى حضرات جميع مشايخه وأساتذته كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ആ പാരഗ്രാഫ് തന്നെ തുടങ്ങാം. وقال سيدنا ജാഫർ ബിൻ മുഹമ്മദിൻ റളിയല്ലാഹു അൻഹുമാ. ആരാണത്? ജാഫർ സാദിഖ്. അഹ്ലുൽ ബൈത്തിലെ ഇമാമികൾ ബഹുമാനപ്പെട്ട അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു 1, മകൻ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു 2, സയ്യിദുന സൈനുൽ ആബിദീൻ അലി റളിയല്ലാഹു അൻഹു, അതിനുശേഷം മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹു, അവരുടെ മകനാര് ജാഫർ. ആ മുഹമ്മദുൽ ബാഖിർ ജാഫർ അഹ്ലുൽ ബൈത്തിന്റെ പാരമ്പര്യം, ഒരു പാരമ്പര്യം അല്ലാണ്ട് വേറെ പല സ്ഥലത്തേക്ക് കൂടി പോകുന്നുണ്ട്. അവരെന്താ പറഞ്ഞത്? അലിമല്ലാഹു തആല അജ്സ ഖൽഖിഹി അൻ ത്വാഅതിഹി. അല്ലാഹു തആലക്ക് എപ്രകാരമാണ് വെളിപ്പെടേണ്ടത് എന്ന വിഷയത്തിൽ പടപ്പ് ആജിസാണ്. കാരണം അള്ളാഹ് എന്താ ചെയ്യേണ്ടതെന്ന് ആർക്കൊന്നും പിടുത്തം കിട്ടൂല. ഒരു കർമ്മ ഇബാദത്ത് എന്നുള്ള നിലക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിന് പിടുത്തം കിട്ടൂലല്ലോ. ഫഅറഫഹും ദാലിക. അപ്പോൾ അത് അല്ലാഹു തആല എന്താക്കി? ആ ത്വാഅത്ത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവർ അറിയണം അന്നഹും ലാ യനാലൂന സഫ്വ മിൻ ഖിദ്മതി. അല്ലാഹുവിന്റെ ഖിദ്മത്തിനാൽ അതിന്റെ തനി രൂപം അവർ എത്തിക്കൂല. എന്ത് ചെയ്താലാണ് അള്ളാഹ്ക്ക് താഴത്താവൽ എന്നുള്ള അതിന്റെ ഷർത്ത് എന്താണ്, അതിന്റെ ഫർള് എന്താണ്, റുക്ൻ എന്താണ്, അതെന്തുകൊണ്ട് ക്യാൻസലായി പോയി, ഇതൊന്നും അറിയില്ലല്ലോ. ചുരുക്കത്തിൽ ഫിഖ് വേണം. ഫഅഖാമ ബൈനഹു വബൈനഹും. അള്ളാഹുവിൻ്റെ ഇടയിലും അള്ളാഹുവിൻ്റെ പടപ്പുകളുടെ ഇടയിലും അള്ളാഹു നിശ്ചയിച്ച് മഖ്ലൂഖൻ, ഒരു മഖ്ലൂഖിനെ, മിൻ ജിൻസിഹിം, അത് അവരുടെ ജിൻസിൽപ്പെട്ടത് തന്നെ. സൂറത്തിൽ ഇതിനാണ് മഅനയിലെ സാധാരണ പടപ്പുകളെ പോലെയല്ല. അൽബസഹു മിൻ നഅതിഹി. അള്ളാഹുവിൻ്റെ നഅത്താണ് ഇത് റഹ്ഫത്ത് റഹ്മത്ത് എന്നുള്ളത്. ആ റഹ്ഫത്തും റഹ്മത്തും ആദ്യം എന്താക്കി? ആ ഇടയിൽ നിർത്തിയ ഏത് മഖ്ലൂഖിന് അല്ലാഹു തആല അണിയിച്ചു കൊടുക്കുകയാണ്. റഹ്ഫത്തും റഹ്മത്തും ഇല്ലെങ്കിൽ പിന്നെ ജനങ്ങളുമായിട്ടുള്ള കാര്യത്തിൽ നടക്കൂല. എന്നിട്ടോ വഅഖ്റജഹു ഇലൽ ഖൽഖി. അതാ ആ സഫീറിനെ, ഒരു ദൂതനെ, സഫീറൻ സാദിഖൻ, സത്യം മാത്രം പറയുന്ന ഒരു ദൂതനായിക്കൊണ്ടെന്നാക്കി അല്ലാഹു തആല നിർത്തി. എന്നിട്ടോ വജഅല ത്വാഅതഹു. ഈ സഫീറിനെ വഴിപ്പെട്ടാൽ എന്തായി? അള്ളാഹ് വഴിപ്പെടലായി. ഓർ ചെയ്യുമ്പോലെ ചെയ്താൽ അള്ളാഹ് വഴിപ്പെടലായി. മുവാഫഖതഹു, അവരോട് അനുയോജ്യമായി പ്രവർത്തിച്ചാൽ അള്ളാഹിനോടുള്ള മുവാഫഖത്തായി. ഖാല അല്ലാഹു തആല ഫഖാല മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. റസൂലിനെ വഴിപ്പെട്ടാൽ അല്ലാഹു തആലക്ക് വഴിപ്പെട്ടവനായി എന്ന് പറഞ്ഞു. റസൂൽ, അപ്പൊ അതിന്റെ മഫ്ഹൂം എന്തായിരിക്കും? റസൂലിന് എതിരായി വന്ന അള്ളാഹ്ക്ക് എതിരായിരിക്കും. വഖാല തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഇതെന്തിനുള്ള തെളിവാണ് കൊടുത്തത്? അൽബസഹു മിൻ നഅതിഹി റഹ്ഫത വറഹ്മത. തെളിവാണ്. മൂപ്പർ വളരെ ചുരുക്കി പറയുന്നത് കൊണ്ട് കുറച്ച്
കെട്ടും കണിയും തോന്നിയേക്കാം, അത് ഇല്ല. ഇനിയാണ് ഖാല അബൂബക്കർ ബിൻ താഹിർ റളിയല്ലാഹു അൻഹു പറയുന്നു, زين الله تعالى سيدنا محمدا صلى الله عليه وسلم بزينة الرحمة. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഭംഗിയാക്കി റഹ്മത്തിന്റെ ഭംഗിയുണ്ട്. എല്ലാ പടപ്പുകളോടും റഹ്മത്ത്. ആലമീൻ എന്നല്ല പറഞ്ഞു, അള്ളാഹു ഒഴികെയുള്ള എല്ലാ വസ്തുക്കളെയും അത് ഉൾക്കൊണ്ടു. അള്ളാഹ്ക്ക് പിന്നെ നമ്മൾ റഹ്മത്ത് കൊടുക്കണ്ടല്ല. ഫകാന കൗനുഹു റഹ്മ, തങ്ങളെ കൗന് തന്നെ റഹ്മത്ത്. കൗന് എന്ന് പറഞ്ഞാൽ തങ്ങളെ വുജൂദ് എന്ന് പറഞ്ഞാൽ കാന യകൂനു കൗനൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പ് തന്നെ റഹ്മത്താണ്. ഇതിലാണ്ട് കാന നാക്കിസായ ഫീലാക്കിയാൽ എന്താക്കും? മാനക്കൂല. അതാ വുജൂദുഹു ഐ നസീം, നസീം റിയാദിൽ പറഞ്ഞത്. വജമീലു ശമാഇലിഹി വസിഫാതിഹി റഹ്മത്തൻ അലൽ ഖൽഖ്, തങ്ങളുടെ മുഴുവൻ ശമായിലുകളും തങ്ങളുടെ മുഴുവൻ സിഫാത്തുകളും മുഴുവൻ പടപ്പുകൾക്കും റഹ്മത്താണ്. ഫമൻ അസാബഹു ശൈഉം മിർ റഹ്മതിഹി, തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത റഹ്മത്തിൽ നിന്ന് ആർക്കെങ്കിലും കിട്ടി, എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ ഫഹുവ നാജി ഫിൽ ദാറൈൻ, ഇരു വീട്ടിലും അവരാണ് വിജയിച്ചവർ. മിൻ കുല്ലി മക്റൂഹ് വൽ വാസിലു ഫീഹിമാ ഇലാ കുല്ലി മഹ്ബൂബിൻ, ഇരു വീട്ടിലും എല്ലാ മഹ്ബൂബിലേക്കും ചേർന്നവരും ആരാണ്? ആ തങ്ങളുടെ റഹ്മത്തിൽ നിന്ന് കിട്ടിയാണ്. അലാ തറ എന്ന് പറഞ്ഞാൽ നീ കാണുന്നില്ലേ? എന്താണ് കാണല്? കാണപ്പെട്ട സാധനം ഇത്, പക്ഷേ കണ്ടതുപോലെ നിങ്ങൾക്ക് ഉറപ്പാകുന്നില്ലേ? സാധാരണ ഒരു ഉറപ്പാകലെന്നാണ്, കണ്ടാലെന്നാ പറയുന്നത്. പറയുന്ന കേട്ടാലും എന്നാലൊന്ന് കാണണമെന്ന് പറഞ്ഞു. അന്നല്ലാഹ തആല യഖൂലു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് അല്ലാഹു തആല പറഞ്ഞത് നീ കണ്ടില്ലേ? റഹ്മത്തിൽ തന്നെ ഹസറാക്കി. എവിടെ? വമാ എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞിട്ട് ഇല്ല. ഫകാനത്ത് ഹയാതുഹു റഹ്മ, തങ്ങളുടെ ഹയാത്തും റഹ്മത്താണ്. വമമാതുഹു റഹ്മ, തങ്ങളുടെ വഫാത്തും റഹ്മത്താണ്. കമാ ഖാല, ഈ വഫാത്ത് റഹ്മത്താകുന്നത് എങ്ങനെ? ഹയാത്തി ഖൈറുൽ ലക്കും വമൗതി ഖൈറുൽ ലക്കും എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ ജീവിച്ചാലും ഖൈറാണ്, ഞാൻ വഫാത്തായാലും ഖൈറാണ്. വകമാ ഖാല, അതുപോലെ പറഞ്ഞു, ഇദാ അറാദല്ലാഹു റഹ്മത്തൻ ബി ഉമ്മത്തിൻ, ഒരു സമുദായത്തിനെ കൊണ്ട് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ എന്താക്കും? ഖബലല്ലാഹു നബിയഹ ഖബലഹ, ആ ഉമ്മത്തിന്റെ മുമ്പായിക്കൊണ്ട് നബിനെ എന്താക്കും? അല്ലാഹു തആല റൂഹ് പിടിക്കും. അപ്പൊ മമാത്ത് റഹ്മത്തായി കൊണ്ടുവന്നു. എന്നിട്ട് ഫജഅലഹു, ആ നബിയെ ആക്കി, ലഹ ഉമ്മത്തിന് ഫറതൻ വസലഫൻ, കാലേ കൂട്ടി കാര്യങ്ങൾ ഒരുക്കി ആക്കാൻ വേണ്ടിയിട്ട്. അതായത് അല്ലദീ യതഖദ്ദമുൽ വാരിദത, അപ്പം ഒരു വിരുന്നുകാരോ സംഘം വരുന്നുണ്ട് എന്ന് കണ്ടാൽ ആദ്യം ഞാൻ മുന്നേ പോകാം, എന്നിട്ട് എന്താക്കാം? എല്ലാം പരിപാടി ഒരുക്കിയിട്ട് നിങ്ങൾ എത്തുമ്പോഴേക്ക് അതിനാണെന്ന് പറയല് ഫറത്ത് സലഫ് എന്നൊക്കെ. ഫയുഹയ്യിഉ മാ യഹ്താജൂന ഇലൈഹി, ആ വാരിദായി ശേഷം വരുന്ന ആളുകൾക്ക് ആവശ്യമായതെല്ലാം എന്താക്കും? ആ മുന്നേ പോയ ആൾ ഒരുക്കും. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം തഖദ്ദമ ഉമ്മതഹു ലിയശ്ഫഅ ലഹും, ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി നബി കാലയെക്കൂട്ടി പോയി. അല്ല, അപ്പം കാലയെക്കൂട്ടി പോയ എന്തായി? വഫാത്ത് ഖൈറായി. അപ്പം ജീവിച്ചിരിക്കുന്ന അവസരത്തിലും അത് പിന്നെ പറയേണ്ടതില്ലല്ലോ, അതവിടെ തീർന്നു. വഖാല സമർഖന്ദിയു റളിയല്ലാഹു അൻഹു പറയുന്നു, റഹ്മത്തൻ ലിൽ ആലമീന എന്ന് പറഞ്ഞാൽ ഈ ആലമീൻ ആരൊക്കെയാ പെടുക? അള്ളാഹു ഏതായാലും പെടൂലല്ല. അപ്പൊ അള്ളാഹു അല്ലാത്ത എല്ലാം പെട്ടു. എന്താ? യാനി ലിൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളും ഇൻസുകളും പെട്ട്. വഖീല ലി ജമീഇൽ ഖൽഖി, അതെന്തായി? കുറച്ചും കൂടെ ആമായി, മുഴുവൻ പടപ്പുകൾക്കും. അപ്പൊ ഹൈവാനാത്തും ജമാദാത്തും എല്ലാം പെട്ടു. ലിൽ മുഅ്മിനി, അപ്പൊ മുഅ്മിന് എന്താ റഹ്മത്ത്? റഹ്മത്തൻ ബിൽ ഹിദായ, ഹിദായത്ത് കൊണ്ട് റഹ്മത്ത് കിട്ടി.
വറഹ്മത്തൻ ലിൽ മുനാഫിഖ് ഉണ്ടല്ലോ, മുനാഫിക്കിന് റഹ്മത്ത് കിട്ടി ബിൽ അമാനി മിനൽ ഖത്ൽ. മുനാഫിക്കിനെ കൊല്ലൂലല്ലോ, തൽക്കാലം ആ ലാഹിർ ഒപ്പിച്ചെന്താക്കാൻ തന്നെ കൊണ്ടുപോകും ലാഹിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുനാഫിക്കിനെല്ലാം കൊണ്ടുകൊടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി വറഹ്മത്തൻ ലിൽ കാഫിരി, കാഫിന് റഹ്മത്തുണ്ടാ ബി തഖീറിൽ അദാബ്. ഈ ദുനിയാവിൽ വെച്ചിട്ട് അല്ലാഹു തആല ഉന്മൂലനാശം ചെയ്യാതെ കണ്ട് അദാബ് പിന്തിച്ചു വെച്ചു. ആകെ എന്താ ഉണ്ടായാലും മുഅ്മിനുണ്ടാകും, മുനാഫിഖ് ഉണ്ടാകും, കാഫിറല്ല, മൂന്നാക്കും റഹ്മത്ത് കിട്ടിയ രൂപം. قال ابن عباس رضي الله عنهما هو رحمة للمؤمنين والكافرين. മുഅ്മിനീങ്ങൾക്കും റഹ്മത്തുണ്ട്, കാഫിരീങ്ങൾക്കും റഹ്മത്തുണ്ട്. എന്തുകൊണ്ട്? ഇത് ഊഫു മിമ്മാ അസാബ ഗൈറഹും മിനൽ ഉമമിൽ മുകദ്ദിബ. മുമ്പ് കളവാക്കിയ ഉമ്മത്തുകൾക്ക് എന്തൊക്കെ അദാബ് കിട്ടിയിട്ടുണ്ട്. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി എന്ന് പറഞ്ഞിട്ട് 4 ഇനം അദാബ് പറഞ്ഞില്ലേ? കാറ്റടിച്ച് നശിപ്പിക്കപ്പെട്ടവരുണ്ട്, വെള്ളത്തിൽ മുക്കിയവരുണ്ട്, ജനൽക്കല്ല് വന്നവരുണ്ട്, ഭൂമി പൊടിച്ച് പിഴിഞ്ഞവരുണ്ട് എന്ന് എഴുതുന്ന സൂറത്തുൽ അങ്കബൂത്തിലിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ഫമിൻഹും. എന്തുണ്ട്? ഒന്നുകൊണ്ടാളെ തൊടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഹദീസ് ഓതുമ്പോൾ അത് വേണമല്ലോ. ഒന്നും ഇല്ല എന്നുള്ള നിർദ്ദരല്ല. അങ്കബൂത്തിൽ തന്നെ. وإلى مدين أخاهم شعيبا. അങ്ങനെ ഫകذبوه, ശുഐബ് അലൈഹിസ്സലാമിനെ അവർ കളവാക്കി. فأخذتهم الرجفة فأصبحوا في دارهم جاثمين. അവർ നശിപ്പിക്കപ്പെട്ടു. وعادا وثمود وقد تبين لكم من مساكنهم. അവരുടെ ഭവനങ്ങളിൽ തന്നെ നിങ്ങൾക്ക് തെളിവ് കിട്ടും. അത് കൂടുതൽ പരത്തി പറയേണ്ടാന്ന്, കാറ്റടിച്ചിട്ട് നശിപ്പിച്ചതിനെ പറ്റി. പിന്നെന്താ? വഖാറൂന വഫിർഔന വഹാമാൻ വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാതി ഫസ്തക്ബറൂ ഫിൽ അർളി വമാ കാനൂ സാബിഖീൻ. എന്നിട്ട് പറയുന്നു فكلا أخذنا بذنبه فمنهم من أرسلنا عليه حاصبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا. 4 ഇനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഉണ്ടായില്ല, തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ആർക്കും ബാധിച്ചിട്ടില്ല. وحكي أن النبي صلى الله عليه وسلم قال لجبريل, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഹൽ അസാബക മിൻ ഹാദിഹി റഹ്മതി ശൈഉൻ, ഈ റഹ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഖാല നഅം, ഉണ്ട്. എന്താ? കുന്തു അഖ്ശൽ ആഖിബ, ഞാൻ ആഖിബത്തിനെ വല്ലാതെ പേടിക്കുന്നു. ഫഅമിൻതു, അങ്ങനെ ഞാൻ അത് ആ പേടിയിൽ നിന്ന് നിർഭയനായി. എന്തുകൊണ്ട്? ലി സനാഇല്ലാഹി തആല അലയ്യ, അല്ലാഹു തആല സ്തുതിച്ചു പറഞ്ഞിട്ടുണ്ട്. ബി ഖൗലിഹി ബി ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മകീൻ മുതാഇൻ സമ്മ അമീൻ എന്ന് ജിബ്രീലിനെ പറ്റിയാണ് പറഞ്ഞത്. അവർ വലിയ ഖുവ്വത്തുള്ള ആളാണ്, ശക്തവാനാണ്. അതുപോലെ മകീനിൻ ഇൻദ ദിൽ അർശിനാണ്, അത് കാഫിയൊക്കെ വേണ്ടിയിട്ട് എന്താക്കി? ഇൻദ ദിൽ അർശി മക്കീൻ, അർശുടേവനായ അല്ലാഹു തആലാന്റെ അടുക്കൽ അവർ വലിയ പദവി ഉള്ളവരാണ്. മുതാഇൻ, അനുസരിക്കപ്പെടുന്നവരാണ്. സമ്മ അമീൻ, അമീനുമാണ്. ഇങ്ങനെയൊക്കെ എന്തായി? അല്ലാഹു തആല മദ്ഹ് ചെയ്തപ്പോൾ ഇനി ആഖിബത്തിന് വല്ലാത്തൊരു പേടിയില്ല. ഈമാനിന്റെ പുറത്തുള്ള അമ്നല്ലത്, അമിതമായ അമ്നെന്ന് പറഞ്ഞാൽ പരിധി വിട്ടിട്ട് എന്താകും? എല്ലാത്തിനും നമ്മൾ കാനൂനല്ലേ. ഇഫ്രാത്തും പറ്റൂല, തഫ്രീത്തും പറ്റൂല. അപ്പൊ ഈമാനിന്റെ പരിധിക്ക് പുറത്തു പോകുന്ന അമ്നുണ്ട്, അന്നേരം ഈമാൻ ഉണ്ടാവില്ല. അപ്പൊ അമിൻതു എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധിക്ക് അനുസരിച്ചുള്ള അമ്ന്.
അതാ وروي عن جعفر بن محمد الصادق رضي الله عنه مفردنا في قوله تعالى فسلام لك من أصحاب اليمين أذا نعم داود തുടങ്ങിയത് فسلام لك من أصحاب اليمين വാക്കിയിലെ 91 ആയത്ത് ഐബിക്കാം. അപ്പോൾ അത് ഖിറാഅത്തല്ല ലക്കാൻ തന്നെയാണ്. അപ്പം ലക്കാന ലാം എന്ത് പോകണം എന്നുള്ളതാണ്. ഇഖ്തിസാസിൻ്റെ ലാമാണോ തഅലീലിൻ്റെ ലാമാണോ അതാണ് ചർച്ച. ഇന്നമാ വഖഅത്ത് സലാമത്തുഹും ആ ഹുംൻ്റെ ലമീനത്തേക്ക് അസ്ഹാബുൽ യമീനിലേക്ക്. അസ്ഹാബുൽ യമീനിന് സലാമത്ത് കിട്ടിയത് മിൻ അജ്ലി കറാമത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കറാമത്ത് മുഖേനയാണ് എന്ന് പറഞ്ഞു വന്നത്. ഇതൊറ്റ വാക്കിൽ ഇങ്ങനെ അടിച്ചുവിട്ട് കഴിഞ്ഞാൽ ഒന്നും തിരിഞ്ഞിട്ടില്ല എന്ന അർത്ഥം. അതിന് ഏതാണ്ട് 2 മണിക്കൂർ ഓടിക്കുക, അത് മാത്രം. അതെന്താക്കാമോ ലാസ്റ്റേക്ക് വെക്കാം. ഇപ്പം എങ്ങനെ വെക്കാം? ആരാണ് അസ്ഹാബുൽ യമീൻ? അപ്പോൾ ഇവിടെ എന്തെല്ലാം വേണം? ഫഅമ്മ ഇൻ കാന മിനൽ മുഖറബീൻ എന്ന ആയത്തിൻ്റെ തുടക്കം. ഫഅമ്മ ഇൻ കാന മിനൽ മുഖറബീൻ. അപ്പോൾ കാന എന്നതിൻ്റെ ഇസ്മ ഫായില എന്തോ ആയിക്കോട്ടെ, കാനക്ക് ഒരു ഇസ്മ അല്ലെങ്കിൽ ഒരു ഫായില വേണ്ടേ? കാന ഒരു ഫീലാണല്ലോ. ഫീലാകുന്ന അവസരത്തിൽ എന്ത് വേണം? ഫായിലാണ്. അല്ല കാന ഇസ്മു ഖബറും കൂടി അത് കാനയാണെങ്കിൽ നാക്കിസ് എന്ന് പറയും. ഫായിൽ കൊണ്ട് മതിയാക്കൂല. ഇസ്മു ഖബറും. അപ്പം അതിന് ഇസ്മ ഇത് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين അവിടെ വരുമല്ല. സലാമുൻ എന്ന് പറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന സലാമാണോ അല്ല മറ്റൊരു മാന ഉണ്ടോ? 2 മസ്അലത്തിൽ ചർച്ച ചെയ്യണം. ലക എന്ന് പറഞ്ഞാൽ ലാം ഇഖ്തിസാസിനാണോ തഹലീലിനാണോ? ക എന്ന് പറഞ്ഞ ഖിതാബ് ആരോടാണ്? അസ്ഹാബുൽ യമീൻ ഇവിടെ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണ്? മിൻ അസ്ഹാബിൽ യമീൻ എന്നാൽ മിന്ന് എന്നോടാണോ തഅല്ലുഖാകുന്നത്? ഇബ്തിദായിയാണോ തഅലീലിയാണോ? ഇതൊന്നും തിരിയാണ്ട് എല്ലാം തിരിഞ്ഞ് ഹാ എന്നാക്കി കഴിഞ്ഞാൽ കിതാബ് തിരിഞ്ഞിട്ടേ ഇല്ല എന്നർത്ഥം. അപ്പോൾ ഉസ്താദ് പറഞ്ഞാളൊക്കെ ബിക്കാന്നുള്ള എന്താക്കി ഇന്നമ ഇട്ടിട്ട് ഹസറാക്കിയപ്പോൾ വഖഅത്ത് സലാമത്തുഹും മിൻ അജ്ലി. അപ്പോൾ വഖൂഉ സലാമത്ത് ഇവിടെ എന്താക്കി തങ്ങളെ കൊള്ള ചേർത്തിട്ട് ഹസറാക്കി എന്നാ പറഞ്ഞു വന്നത്. ഇന്നമാന്റെ പണി എന്തെന്ന് ഹസറാക്കല്. എന്തിന്? വഖഅത്ത് സലാമത്തുഹും എന്ന വഖൂഉ സലാമ എന്നുള്ളത് ഹസറാക്കി ഇവിടെ മിൻ അജ്ലി കറാമത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിലേക്ക് ഹസറാക്കി. അതാണ് ഇവിടെ പ്രത്യേകത വേണ്ടത്. അത് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയത് ഒരു 2 മണിക്കൂറെങ്കിലും ചിലവാക്കണം. ആവശ്യക്കാരുണ്ടെങ്കിൽ ആക്കാന്ന് മാത്രം. വഖാല അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. ഒരായത്തല്ലേ? അതിന് തൊട്ടടുത്ത് എന്താണ്? മസലു നൂരിഹി കമിഷ്കാത്തിൻ എന്ന് ഉപയോഗിക്കുന്നു. അത് പുതിയ മുബത്തദിയാണ്. ഈ ആയത്തിൻ്റെ പൂർണ്ണ വ്യാഖ്യാനം കിട്ടണമെങ്കിൽ ഗസാലി ഇമാമിൻ്റെ മിഷ്കാത്തുൽ അൻവാർ എന്ന കിതാബ് ഈ ആയത്തിന് വേണ്ടി മാത്രം രചിച്ചതാണ്. ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പെണ്ണുണ്ടാവും. ആ മിഷ്കാത്തുൽ അൻവാർ എന്താക്കിയെന്നറിയോ? ഇബാറത്ത് ഫഹ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീർ എടുത്ത് വെച്ച് ഗസാലി ഇമാമി എൻ്റെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അപ്പടി എഴുതുന്നു. എന്നിട്ടോ വ്യാഖ്യാനം പോരാത്തതിൽ ഞാൻ കുറച്ച് വ്യാഖ്യാനം കൂട്ടും. എനിക്ക് യോജിക്കാൻ കഴിയാത്ത രംഗത്ത് ഞാൻ എന്താക്കും? അതിന് ചിലപ്പോൾ എന്തെങ്കിലും തിരുത്തു കൊടുക്കും. അതിന് എത്ര അങ്ങനെയല്ല ഉണ്ടാക്കും, അധികാരമുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് നല്ലോണം വ്യാഖ്യാനിക്കാൻ. ആ ആയത്ത് മാത്രം ഓതാൻ തന്നെ നല്ല ടൈമുണ്ട്. നമുക്കിപ്പോൾ ചുരുക്കത്തിൽ ഒന്നും തിരിഞ്ഞിട്ടില്ല എന്നെല്ലാം ഖുർആൻ തിരിഞ്ഞാളെന്നിട്ടൊന്നുമില്ല. മസല നൂരിഹി ഈൻ്റെ ലമീരെടുത്തേക്കുന്നു. മസല നൂരിഹി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ലാഹിർ ഇപ്പം എന്താ തോന്നുക? അള്ളയിലേക്കാ മടങ്ങുക. ഇബാറത്തിൻ്റെ ലാഹിർ നോക്കിയാൽ അള്ളയിലേക്കാ മടങ്ങുക. പക്ഷേ ഐ നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറിനാണ് എന്താകും തംസീലാക്കുന്നത്. മസല നൂരിഹി തങ്ങളെ നൂറിൻ്റെ ഉദാഹരണം കമിഷ്കാത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ വഖഫ് കാഫിയായിട്ട് അവിടെ നിർത്തി. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, എല്ലാ നൂറിന്റെയും ഉടമാരാണ് അള്ളാഹു. നൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു ഫീ നഫ്സിഹി വൽ മുദ്ഹിറു ലിഗൈരിഹി എന്നാ നൂറിന്റെ താരീഫ്. അത് സ്വയം തന്നെ ലാഹിറാണ്. ലാഹിറിന്റെ മാല കഴിഞ്ഞ ആഴ്ച വിശാലമായിട്ട് ഓതിയിട്ടുണ്ട്. മനുഷ്യന്മാർക്കുള്ള എല്ലാ മദാരിക്കുകൾക്കും ഏതെങ്കിലും ഒന്നിന് ഇദ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രംഗമാണെങ്കിൽ അതിന് ആ വിഷയത്തിൽ ളുഹൂറുണ്ട് എന്ന് പറയും. അതില്ലെങ്കിൽ മുത്തൂനുണ്ടെന്ന് പറയും. അത് ഞാൻ പറഞ്ഞു, ഒരത്തർ എടുത്തു കഴിഞ്ഞാൽ അത്തറിന്റെ നാത്തിന് ഇപ്പം ളുഹൂറുണ്ട്, അതുകൊണ്ട് കണ്ണുകൊണ്ട് കാണും. പക്ഷേ മൂക്കില്ലാത്ത ഒരുത്തൻ്റെ അടുക്കിലേക്ക് പോയാൽ അതിൻ്റെ മണം എന്തായിരിക്കും? ബുത്തൂനാണ്. അയാൾ എന്താക്കും? മടക്കുന്ന ആൾ വെച്ചിട്ട് മണപ്പിച്ച് കഴിഞ്ഞാൽ ളുഹൂറായി അതിൻ്റെ മണം. അപ്പൊ കണ്ണും മൂക്കും ഉണ്ടാക്കുന്നതായി അതിൻ്റെ 2 തരത്തിലുള്ള ളുഹൂറ് വന്നു, ഇതല്ലേ? ഇനി അതിന് നിങ്ങൾ ഒച്ച പ്രത്യേകം ഉണ്ടെങ്കിൽ കാതിന് വെക്കണം, രുചി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാവിൽ വെക്കണം, ആ ചൂടുണ്ടോ തണുപ്പുണ്ടോ എന്നറിയണമെങ്കിൽ സ്പർശനം വെക്കണം. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട പഞ്ചേന്ദ്രിയം എന്നുണ്ടാ ബാത്തിനിയായ മദാരിക്കും, ലാഹിരിയും ബാത്തിനിയുമായ മദാരിക്കിൽ എന്തുണ്ട്? ഉൾക്കൊള്ളുമെങ്കിൽ അതിന് ളുഹൂറുണ്ട്. ഇല്ലേ? ളുഹൂറില്ല. അപ്പൊ മനുഷ്യന്മാരെ എല്ലാ മദാരിക്കിലും അള്ളാനെ ഉൾക്കൊള്ളൂല. മഹസൂസ് അല്ലല്ലോ. മഹസൂസ് അല്ലാണ്ടെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ടച്ചില്ല. അതുകൊണ്ട് ആ നിലക്ക് ബുദ്ധൂന് വരും. അതേ അവസരത്തിൽ എന്തുണ്ട്? ലിഖായിലാവട്ടെ, ഷുഹൂദിലാവട്ടെ, ബസീറത്തിലാവട്ടെ എന്നുണ്ട്, അതനുസരിച്ചുള്ള ഇദ്റാക്ക് ഉണ്ടാകും. പിന്നെ അക്കലിൽ എന്തുണ്ടാകും? ആയാത്തും ബയ്യിനാത്തുകളെ കൊണ്ടുണ്ടാക്കും, ഇസ്തിദ്ലാൽ ചെയ്തിട്ടുണ്ടാക്കും. മറ്റേത് ഇസ്തിദ്ലാലല്ല, മുസ്തദില്ലീന ബിഹി, അള്ളാഹിനെ കൊണ്ട് ഇസ്തിദ്ലാൽ ചെയ്യുന്നവരാണ് അവര്. മദ്ലൂൽ ആദ്യം തന്നെ കണ്ട് അതല്ലേ പറഞ്ഞേ, ഇന്നാൾ ഓതിയില്ലേ? തഹയ്യുലും അല്ല വഹമും അല്ല, അത് രണ്ടെണ്ണത്തും പെടൂല. തഹയ്യുലാകെ മാതിരി മഹസൂസായ സാധനം കണ്ടിട്ട് ഇങ്ങനെ ഓർത്തെടുത്താൽ എന്താക്കും? ആ ഇപ്പം ബുത്തൂനാണെങ്കിൽ അതെന്താക്കും? ളുഹൂറാവും. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞത്, കഅബ ഷരീഫ് ഇപ്പം നമ്മുടെ മുമ്പിൽ ഇപ്പം ബുത്തൂനിലാണ്, എത്രയോ 1000 കിലോമീറ്റർ ദൂരത്താണ്. കണ്ട ആളുകൾക്ക് എന്താക്കാം? തഹയ്യുലാക്കി കഴിഞ്ഞാൽ അവന് ഇവിടെ ഇരുന്നിട്ട് ഹജ്ജും ഉംറയും ചെയ്യാം. അയാൾ കൊണ്ടുവന്നിട്ട് ഇപ്പോഴതിൽ കയറുന്ന മുതൽ കൂട്ടിക്കോ, 5 10 മിനിറ്റ് കൊണ്ട് ഹജ്ജും ഉംറയും കല്ലേറും എല്ലാം കിട്ടി മടങ്ങി വരാം. പിന്നെ തവഹുമിന് എന്താ ഉണ്ടാകല്? ചിലപ്പം അസുലൻ ഉണ്ടായിക്കൊള്ളുന്നില്ല, വേറെന്തെങ്കിലും കാരണത്താൽ എന്താക്കും? കയറി വരും. അതിനെ ഞാൻ എല്ലാം പറഞ്ഞു തീർന്നു. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിട്ട് ആടും 360 പണിയാ. ഞാൻ മുത്തുപ്പാറ പോയാൽ കാണിക്കലുണ്ട്. മുത്തുപ്പാറ ഇതേ മക്കാം അപ്പത്തെ ജാവിൻപിൽ കാണാം. ആടിയുണ്ട്, ഫേന് ആടിയുണ്ട്, അവലിയാൻ്റെ ദർഗ, കസേരയുണ്ട്. നോക്കുമ്പോൾ എന്താന്ന്? ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുതരം ബഹുമാനത്. അപ്പൊ മസല നൂരിഹീനത്ത നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നൂറിലേക്കാണ് മടക്കിയത്. ഇനി വഖാല സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, അറബി നമുക്കറിയാം. അൽ മാന അല്ലാഹു ഹാദി അഹ്ലിസ് സമാവാതി വൽ അർളീൻ. അതിന് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളീന്റെ മാനയാണ്. അത് കേട്ടാൽ എന്താ? ഒരു മുത്തശാബിഹ മാനയാണ് ഇപ്പൊ ആദ്യം തോന്നുന്നു. ഈ കാണുന്ന പ്രകാശമാണ് അല്ലാഹ്. ഉടനെ പ്രകാശത്തിന് ആരാധിച്ച കൂട്ടുന്നു അല്ല, സൂര്യൻ മാത്രമല്ല, പ്രകാശത്തിനെ തന്നെ. അപ്പൊ അല്ലാഹു ഫീ നഫ്സിഹി ഉണ്ട്. അള്ളാഹുവിന്റെ ളുഹൂറിനെ പറ്റി ധാരാളം ഹിക്കമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൈഫ തസവ്വഅ ഹജ്ബഹു എന്ന് പറഞ്ഞിട്ട് എല്ലാം. അപ്പൊ അതോടൊപ്പം തന്നെ അല്ലാഹു തആല ഈജാദ് കൊടുത്ത്, ഇംദാദ് കൊടുത്ത്, അതിനെ ഓരോ സെക്കൻഡും നിലനിർത്തി പോരും. അവൽ മുദ്ഹിറു ലിഗൈരിഹി. അപ്പൊ അതാമായി സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി തങ്ങളുടെ താരീഫ് പ്രകാരം ഹിദായത്തുമിലേക്ക് മാത്രമാണ് പോയത്. അല്ലാഹു ഹാദി അഹ്ലിസ് സമാവാതി വൽ അർള്. സുമ്മ ഖാല, പിന്നീട് സഹൽ തങ്ങൾ പറയുകയാണ്, മസല നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹീന ദമീർ ഒഴിവാക്കി. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിന്റെ മസലി എന്താണ്? കമിഷ്കാത്തിൻ,
മിഷ്കാത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പണ്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മെഹ്റാബ് ഉണ്ടാക്കി വെക്കും, അതിനപ്പുറത്തേക്ക് തുളയൊന്നും ഉണ്ടാവില്ല. അപ്പൊ കാറ്റടിച്ചാലും വിളക്ക് കെടൂല. അതാണ്. അപ്പൊ അതിലേക്ക് നോക്കിയിട്ട് ഇത് കാന മുസ്തൗദഅൻ ഫിൽ അസ്ലാബ് കണ്ടോ, തങ്ങളെ പിതാക്കന്മാരായ അസ്ലാബിൽ തങ്ങളെ നൂറ് നിക്ഷേപിക്കപ്പെട്ട ഹാലിലേക്ക് നോക്കുമ്പോ കമിഷ്കാത്തി. അപ്പൊ അസ്ലാബ് ഏതായി? ആ വിളക്ക് മരം. മിഷ്കാത്ത് മാത്രമല്ല, ഫീഹാ മിസ്ബാഹുൻ എന്നുണ്ട്. വെറും മിഷ്കാത്തല്ല, പകല് സമയത്ത് ഒഴിഞ്ഞതായാലും പറയാലോ മിഷ്കാത്ത് മിസ്ബാഹുണ്ട്. അതിൽ മിസ്ബാഹുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജത്തിൻ അസ്സുജാജത്തു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ. തസ്ബീഹിൻ നമ്മൾ ഇങ്ങനെ കെട്ടിപ്പോരും. അപ്പൊ മറ്റേ സാധനം ഉണ്ടത് മിഷ്കാത്തുണ്ട്, അതിൽ മിസ്ബാഹുണ്ട്. മിസ്ബാഹിലുണ്ട് സുജാജ ഉണ്ട്. സുജാജ എന്താണ്? അസ്സുജാജത്തു കഅന്നഹാ കൗകബുൻ ദുർരിയ്യുൻ. കണ്ടോ? വഅറാദ ബിൽ മിസ്ബാഹ് കൊണ്ട് ഉദ്ദേശം കൽബഹു അതെ തങ്ങളെ കൽബിനെയാണ്. വസ്സുജാജത്തിനെ ഉദ്ദേശിച്ചത് എന്താ? സദ്റഹു തങ്ങളെ സദ്റാണ്. അപ്പൊ എന്താണ്? സദ്ർ എന്നുള്ളത് മഹല്ലാണ്, കൽബഹു എന്നുള്ളത് അതിന്റെ ഹാലുവാണ്. എന്തുകൊണ്ട് ഖുർആനിൽ പറഞ്ഞ് വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ വഇന്നഹാ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. സദ്റിൽ നിക്ഷേപിക്കപ്പെട്ട കൽബാണ്. അപ്പൊ സദ്ർ എന്തായി? മഹല്ലായി. ഐ കഅന്നഹു കൗകബുൻ ദുർരിയ്യുൻ, അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന കത്തിലങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൗകബ് പോലെയാണ്. എന്താണ്? ലിമാ ഫീഹി മിനൽ ഈമാനി വൽ ഹിക്മ, ഈമാനും ഹിക്മത്തും അതിൽ ഉള്ളത് കൊണ്ട്. ഇനി യൂഖദു മിൻ ഷജറത്തിൻ മുബാറക എന്ന് പറഞ്ഞില്ലേ, മുബാറക്കത്തായ ഷജറത്ത്. ആ ഷജറത്ത് എന്താണ്? ഹുവ മിൻ നൂരി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നൂറാണ് ഷജറത്തിൻ മുബാറക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അനിത്തബി മില്ലത്ത് ഇബ്രാഹിം ഹനീഫ. വത്തീനി വസ്സൈത്തൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. 4 മുർസലീങ്ങളെ തൊട്ട് ഇബാറത്താണ് മഹല്ല് പറഞ്ഞിട്ട് അവിടെ ജീവിച്ച ഹാല ഉദ്ദേശിക്കുന്ന ഒരു തഫ്സീറുണ്ടല്ലോ, ഫതുഹുൽ ബയാനിലുണ്ടത്. വത്തീൻ അത്തിപ്പഴം എന്ന് പറഞ്ഞ ഏത് നാട്ടിലെന്ന്? അല്ല, ഇപ്പൊ ഈസാ നബിയുടെ നാടോ മൂസാ നബിയുടെ നാടോ? അത്തിപ്പഴം മൂസാ നബിയാ? വസ്സൈത്തൂൻ തൂരി സീനീന മൂസാ അലൈഹിസ്സലാമിന് എല്ലാവർക്കും അറിയാം. വഹാദൽ ബലദിൽ അമീൻ ആരാണ്? തങ്ങൾ ജനിക്കുകയും വഹി കിട്ടുകയും ചെയ്ത സ്ഥലം. ആ നാട് 4 നാട്ടിനെ കൊണ്ടാണ് സത്യം. അപ്പൊ അത്തിപ്പഴം, പിന്നെ സൈത്തൂന്, തൂരി സീന മല, ബലദുൽ അമീൻ മക്ക ശരീഫ്, ഇതിനെ കൊണ്ടാണ് സത്യം എന്നിട്ട് ഫതുഹുൽ ബയാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മഹല്ല് പറഞ്ഞിട്ട് ഹാലൂറാത്താക്കുക. ഇതുപോലെ കേരളം എന്ന് പറഞ്ഞാൽ തെങ്ങ്, കേരം എന്ന് പറഞ്ഞാൽ തന്നെ തെങ്ങല്ലേ. കേരതയിലും തന്നെ വെളിച്ചെണ്ണാന്ന് അർത്ഥം, തെങ്ങ് മുറാദ്. അപ്പൊ മിന്നൂരി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തിൽ ആ നൂറിൽ നിന്നാണ് എന്താക്കുന്നത്? അത് കത്തിക്കപ്പെടുന്നത്. വലറബൽ മസല എന്നിട്ടോ മസല പറഞ്ഞതാണ് ഷജറത്ത് മുബാറക്ക. അപ്പൊ ഷജറത്ത് മുബാറക്ക എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാം. ഇബ്രാഹിം ഹനീഫ എന്ന് പറഞ്ഞത്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മില്ലത്തും തങ്ങൾ കൊണ്ടുവന്ന മില്ലത്തും ഒന്നാണ്. ഫുറൂഇയാത്തിൽ അല്പമാറ്റങ്ങൾ ഉണ്ടാവാം. ഇനി യകാദു സൈതുഹാ യുളീഉ, അതിലുള്ള സൈത്ത് പ്രകാശിക്കുന്നു. എന്നുവെച്ചാൽ തകാദു നുബുവ്വത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ നുബുവ്വത്ത് വ്യക്തമാകുന്നു. തബീനു ലിന്നാസ്, തങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന കബില കലാമിഹി, ഞാൻ റസൂലാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ. അതുകൊണ്ട് തങ്ങളുടെ കുട്ടിക്കാലത്തെ ജീവിതം മുതൽ പരിശോധിച്ച് നോക്കിയാൽ ഒരു പ്രത്യേക ജീവിതം നമ്മൾ എത്രയോ ഓതിക്കഴിഞ്ഞു. തങ്ങളിലെ അലാമാത്തു നുബുവ്വത്ത് നിറഞ്ഞു കിടക്കുന്നു. 5 വയസ്സായപ്പം മദീനയിൽ പോയി കുളിക്കാൻ പോയ അവസരത്തിലല്ലേ ജൂതന്മാർ കൂട്ടമായിട്ട് തങ്ങളെ പരിശോധിക്കല്. ഓ ഇതപ്പുറം നബി. അപ്പൊ ഞാൻ നബിയാണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ എന്താക്കും? ജനങ്ങൾക്ക് വ്യക്തമാകും. ഏതുപോലെ ഈ സൈത്തിനെ പറ്റി പറഞ്ഞ പോലെ
എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു വഖദ് ഖീല ഫീ ഹാദിഹിൽ ആയത്തി ഗൈറു ഹാദാ, ഈ ആയത്തിൽ ഇതല്ലാത്ത ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അത് മിസ്കാത്തുൽ അൻവാർ നോക്കിയാൽ നല്ലോണം കിട്ടും. ഓതാൻ വെച്ചാൽ ഓതാനും കഴിയും. റാസി ഇമാമിൻ്റെ ആ ഇബാറത്ത് അടക്കം വെക്കണം. മിസ്കാത്തുൽ അൻവാർ ഇന്നലെല്ലാം ട്രാൻസ്ലേഷൻ ഉണ്ട്, ഇംഗ്ലീഷിലേക്കുണ്ട്, മലയാളത്തിലുണ്ട്. പക്ഷെ മലയാളത്തിൽ വായിച്ചൊന്നും തിരിയില്ല. ഉറുദുവിലേക്കുണ്ട്. പക്ഷെ ഗസാലി ഇമാമിൻ്റെ അതേ കുറിപ്പ് തന്നെ കിട്ടണം, അല്ലെങ്കിൽ ഇവനാരെങ്കിലും തിരികെ കയറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയുന്നു. ഒന്നിക്കൽ ഓൻ്റെ ആശയം പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗമാക്കി മാറ്റിയിട്ടുണ്ടാവും. അവിടെ പരിഭാഷ ഞാനൊന്നും വായിക്കലില്ല, ഒരു പരിഭാഷയും വായിക്കില്ല. അതുകൊണ്ട് പരിഭാഷകനോടുള്ള അസൂയ കൊണ്ടല്ല, കകടിപ്പത്തോറാണ് ഏയ്യക്ക് അറിയാണ്ട് പരിഭാഷ ചെയ്ത് അബദ്ധം കണ്ടാടോ എന്ന് വെച്ചിട്ട് വെറുതെ ലിമൻ ഗാബ, ഗാബ എന്ന് പറഞ്ഞാൽ ഗീബത്ത് പറഞ്ഞു എന്ന് അർത്ഥം വെച്ച്. ഗാബാൻ്റെ അർത്ഥം എങ്ങനെയാ? ഗാബ യഗീബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിന്നു എന്ന അർത്ഥം. ഗീബത്ത് പറഞ്ഞു എന്ന അർത്ഥം കിട്ടണമെങ്കിൽ ഇഖ്താബ എന്ന് പറയേണ്ടി വരും. എന്നിട്ട് ഗൈബത്ത് എന്ന് പറയുന്ന സ്ഥാനത്ത് ഗീബത്ത്. അപ്പം നിന്നെ ആരെങ്കിലും പരദൂഷണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ടേക്ക് എന്നാണ് അർത്ഥം കൊടുത്തത്. ഗസാലി ഇമാം അങ്ങനെ അർത്ഥം ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. എന്താ പറയുന്നത്? നീ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, അതായത് സൂഫിയാക്കൾ പറഞ്ഞു കൊടുക്കുന്ന ചില അർത്ഥങ്ങളും മർമ്മങ്ങളും ഉണ്ട്. ഒരാളെന്താക്കി ദേഷ്യം പിടിച്ചിട്ട് എന്താക്കി കുളത്തിനോട് ദേഷ്യം പിടിച്ച് ചന്തയാകാണ്ട് പോയി. എന്നാൽ വെള്ളത്തിന് എന്താ പോയപ്പോൾ അവൻ്റെ ചന്ത അങ്ങനെ നടക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഓനെന്താക്കുന്നത് ആ കിതാബ് നോക്കൂല, ഓരോ കലാമ് കേൾക്കൂല, എങ്കിലും അവൻ പോയോ പോട്ടെ. അപ്പോൾ അവൻ്റെ പോക്ക് ഇല്ലായ്മ തന്നെ എന്താക്കി എനിക്കത് കിട്ടാണ്ടിരിക്കാനുള്ള കാരണമായില്ലേ, വേറെ ശിക്ഷ കൊടുക്കണ്ടല്ല. ഇതാണ് ഗസാലി ഇമാം ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് അതിൻ്റെ അപ്പുറം പറയുന്നുണ്ട് വമൻകിറു ഹാദൽ ഇൽമി ലാ യദൂഖു മിൻഹു ശൈആൻ, ഈ ഇൽമിനെ നിഷേധിച്ചാക്ക് ആസ്വദിക്കാൻ പോലും കിട്ടൂല. അതിന് തെളിവായിട്ടാണ് വറള ലിമൻ ഗാബ അൻക ഗൈബതഹു ഫദാക ദംബുൻ നിഖാബുഹു ഫീഹി എന്ന് പറഞ്ഞത്. ഓൻ ചെയ്ത തെറ്റാണ്, ആ തെറ്റിന് ശിക്ഷ അതിൽ കൂടി തന്നെ കിട്ടുകയും ചെയ്തു, വേറെ ശിക്ഷ കൊടുക്കേണ്ടതില്ല. അവിടെ എന്താ ഈ ഗാബ എന്ന് പറഞ്ഞ ഗീബത്ത് പറഞ്ഞു എന്നാണ് അർത്ഥം തോന്നിയിട്ടായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പരിഭാഷ ഏറ്റവും അത് ചെയ്യാൻ പറ്റില്ല. പോട്ട് വഖദ് സമ്മാഹുല്ലാഹു തആല ഫിൽ ഖുർആൻ, ഖുർആനിൽ തങ്ങൾക്ക് അല്ലാഹു തആല പേര് കൊടുത്തത് ഫീ ഗൈരി ഹാദൽ മൗളിഇ, ഈ സ്ഥലമല്ലാത്ത വേറെ സ്ഥലങ്ങളിൽ നൂർ എന്നെന്താക്കേണ്ട പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിറാജൻ മുനീറ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതാ ഫഖദ് ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബും മുബീൻ. അപ്പം നൂറും മൽ കിതാബും മുബീൻ അത്ഫ് ചെയ്യുമ്പോൾ രണ്ടും രണ്ടാണ്. അപ്പം നൂറുൻ എന്ന് പറഞ്ഞാൽ ആര്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കിതാബും മുബീൻ ഏത് തങ്ങൾ കൊണ്ടുവന്ന ഖുർആനുൽ അദീമും. ഇനി അതെന്തിനുണ്ടായി? നൂറ് എന്ന് പ്രയോഗിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഇനി പിന്നെ വഖാല തആല ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. എന്തൊക്കെ പേര് വന്നു? ഷാഹിദ് 1, മുബശ്ശിർ 2, നദീർ 3, ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി 4, സിറാജൻ മുനീർ 5. അപ്പോൾ ഇവിടെ എല്ലാം എന്തുണ്ടാകും? ഇസ്തിഹാറത്ത് ഉണ്ടാകും. പിന്നെ ഷാഹിദിന് ഇസ്തിഹാറത്ത് വേണ്ടല്ല. ഷാഹിദ്, മുബശ്ശിർ, നദീർ അതിൻ്റെ നേരെ ഡയറക്റ്റ് അർത്ഥം തന്നെയല്ലേ. സിറാജൻ മുനീറിൻ്റെ ആളെയാണ് ഇസ്തിഹാറത്ത്. ഇസ്തിഹാറത്ത് വരുമ്പോൾ ആദ്യം എന്ത് വേണം? തശ്ബീഹ് വേണം. അപ്പോൾ ഒരു സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാ ഇരുട്ടുകളും പോയി. അപ്പൊ തങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ആ ഇരുട്ടെല്ലാം പോയി. ഇനി വമിൻ ഹാദാ ഖൗലുഹു തആല അലം നശ്റഹ് ലക സദ്റക്, സദറിനെ വിശാലമാക്കിയില്ലേ എന്നാ ചോദ്യം അല്ലേ. അപ്പൊ സദറിന്റെ ഉള്ളിൽ എന്തുണ്ട്? കൽബുണ്ട്. അപ്പൊ കൽബിനെ വിശാലമാക്കും. അപ്പൊ എന്താ പറയും? മഹല്ല് പറഞ്ഞിട്ട് ഹാല് മുറാദ്, അതിനാ മജാദ് മുർസലി. തസ്ബീഹ് അല്ലാത്ത എല്ലാം മജാദ് മുർസൽ. അതാ ഇലാ ആഖിരി സൂറ, സൂറത്തിന്റെ അവസാനം വരും. ഓതി നോക്ക്.
ശറഹ എന്ന് പറഞ്ഞാലോ വസ്സഅ വിശാലമാക്കി. വൽ മുറാദു ബിസ്സദ്രി അപ്പോൾ മാനവിയായ വിശാലമാക്കലാന്നിത്. അല്ലാണ്ട് സാധാരണ ആളേക്കാൻ ഇങ്ങനെ വീങ്ങി വലുതാകുന്നില്ല. ആ കൽബെന്താക്കും ഇൻഷിറാഹ് സദ്ർ വന്ന എത്രയും അറിവുകളും എല്ലാം ഉൾക്കൊണ്ടോളും. എന്നിട്ടും പറയും ഹൽ മിൻ മസീദ്, ഇനി ഉണ്ടെങ്കിൽ നിറച്ചോന്നു. പോയ സ്ഥലം കാണില്ല. വൽ മുറാദു ബിസ്സദ്രി ഹുന അൽ ഖൽബു, ഈ ആയത്തിൽ പറഞ്ഞ സദ്ർ കൊണ്ട് ഉദ്ദേശം ഏതാണ്? കൽബ്. അപ്പൊ ഇത് സദ്ർ എന്ന് പറഞ്ഞത് നേർക്കുനേരം ഉദ്ദേശിച്ചാൽ ഹിസ്സിയാണ്, കൽബ് എന്നുള്ളത് മാനവിയാണ്. അപ്പൊ മാനവിയായ ഇൻഷിറാഹാണ് ഇവിടെ ഉണ്ടായത്. എന്നിട്ട് അളന്നു നോക്കുമ്പോ ഇത്ര വലിയ അങ്ങനല്ലല്ലോ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, എന്തുകൊണ്ടാണ് വിശാലമാക്കിയത്? ശറഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് വിശാലമാക്കി. അപ്പൊ അല്ലാഹു തആല ഒരാളെന്താക്കി? ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു, അവൻ ഹിദായത്തിലാക്കാൻ അല്ലാഹു വേണ്ടി വെച്ചാൽ യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടി എന്താക്കി? അത് വിശാലമാക്കി. ഇസ്ലാം എന്താ കൽപ്പിക്കുന്നത് അത് ഞാൻ മുഴുവനും അനുസരിച്ച് കൊള്ളാം. ഇസ്ലാം എന്താ വിരോധിച്ചത് അത് ഞാൻ ഒഴിവാക്കിക്കൊള്ളാം. എല്ലാത്തിനും മാനദണ്ഡം ഇസ്ലാം. അത് വിശാലമാക്കിയാൽ അല്ലാഹു തആല ഹിദായത്തിലാക്കിയാളെ അവൻ ലാസിമായി വന്നില്ലേ. അപ്പൊ ഇസ്ലാമാകുമ്പോൾ ഒരു ആമായ കാര്യം എന്നത്. എന്നാൽ വക്കാല സഹൃദങ്ങൾ പറയുന്നു ബിനൂരി റിസാല, റിസാലത്തിന്റെ നൂറ് ഉണ്ടാക്കുമ്പോൾ എന്താ കൂടുതൽ ഖാസായി കണ്ടാ. അപ്പൊ ഇബാറത്ത് സഹൽ എന്താന്ന് പറയാ? അലം നുവസ്സിഅ ലക സദ്റക ബിനൂരി റിസാലതി ഫജഅൽനാഹു മഅദനൻ ലിൽ ഹഖായിഖി എന്നാണ് നേർക്ക് നേരെ ഇബാറത്തുള്ളത്. ആ ഇബാറത്തിന്റെ മുമ്പ് എന്താക്കി? ദേശം ചുരുക്കി നോക്ക്. അത് കണ്ടില്ലേ? കുശൈരി ഇമാം പറഞ്ഞ തഫ്സീർ ഖൗലുൽ ഉസ്താദ് അബ്ദുൽ കരീം അൽ കുശൈരി അറാദ ബിഹി ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ കൽബിനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. വനൂറു മഅരിഫത്തിഹി മൂഖദുൻ, തങ്ങൾക്കുള്ള മാരിഫത്തിന്റെ നൂറ് പ്രകാശിക്കുകയാണ്. മീൻ ഷജറത്തിൻ, ഒരു ഷജറത്തിൽ നിന്ന്. ഏതാ ഷജറത്ത്? ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ അതേ മില്ലത്തെ ഇബ്രാഹിം ഹനീഫ എന്ന് പറഞ്ഞു. ഫഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദീനി ഇബ്രാഹിമ. അത് ലതായിഫുൽ ഇഷാറാത്ത് എന്ന് പറഞ്ഞിട്ട് തഫ്സീറുണ്ട്. നമ്മൾ ഇവിടെ തന്നെ പുലക്കന്നുണ്ട്. ആരത്? അബ്ദുൽ കരീം കുശൈരിന് തഫ്സീറുൽ ഇഷാരത്തിൽപ്പെട്ടതാണ്. ഈ നേർക്കുനേരെ കാണുന്ന അർത്ഥമായിരിക്കൂല. അതിൻ്റെ അർത്ഥം ഖുർആൻ വളച്ചൊടിച്ചു എന്നുമല്ല. അത് പറയേണ്ട രൂപത്തിൽ പറയേണ്ട ആള്, അർഹപ്പെട്ട ആള് പറഞ്ഞാൽ പിന്നെ വളച്ചൊടിക്കലല്ല. വളച്ചൊടിക്കലുണ്ട്. വലാ തഖ്റബു സിന, അടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് എന്താന്ന് ചെയ്യുന്ന ആള് ചെയ്യട്ടെ, അവനെ ശല്യപ്പെടുത്താനാക്കാൻ നിൽക്കണ്ടെന്നാണ് ആരെ തഫ്സീർ. മറ്റേ ചത്തില്ലേ ഓൻ്റെ, ഓ സ്വസ്ഥമാര് ചെയ്യട്ടെ, നിങ്ങളുടെ അടുത്തത് ബുദ്ധിമുട്ടാക്കല്ല എന്നൊന്നുമില്ല എൻ്റെ അർത്ഥം. അപ്പോൾ സഹല് റളിയല്ലാഹു അൻഹു ഇബാറത്ത് എന്താ? അലം നുവസ്സിഅ ലക സദ്റക ബിനൂരി റിസാലതി ഫജഅൽനാഹു മഅദനൻ ലിൽ ഹഖായിഖി എന്നാണ് സഹല് തങ്ങളുടെ തഫ്സീറുള്ളത്. അതിൽ നിന്ന് എന്താക്കി പിടിച്ചെടുത്തത്? ബിനൂരി റിസാലതി മാത്രം എടുത്തു വെച്ചു. വഖാലൽ ഹസനുൽ ബസരി പറയുന്നത് മലഅഹു ഹുക്മൻ വഇൽമൻ, ഹുക്മിനാലും ഇൽമിനാലും ആ കൽബ് നിറച്ചു എന്നാണ്. അൽ ഹുക്മ എന്ന ബില്ലമ്മി, ദമ്മ് കൊണ്ട് വായിക്കണം. അൽ ഫിഖ്ഹു വൽ ഖളാഉ ബിൽ അദിൽ, നീതിയോടുകൂടി വിധിക്കല്. അതുപോലെ തന്നെ ഫിഖ്ഹ് അവി തസ്ദീഖ്. അടുത്തെന്താണ്? വഇൽമൻ, അതുപോലെ ഹിക്മതൻ വഹിയൽ ഇൽമു ബിൽ ഹഖായിഖ് അന്നാഫിയത്തി വശറഇയ്യ. അത് നസീമുർ റിയാദിന്റെ ശറഹ്. ഹുക്മനാലും ഇൽമിനാലും ആ കൽബ് നിറച്ചു കൊടുത്തു. അലം നശ്റഹ് ലക സദ്റക എന്ന ആ മശ്റൂഹ് ബിഹി ഉണ്ടാവുമല്ലോ, അത് എന്തായി? ഇസ്ലാം കൊണ്ടാണോ? നൂറ് റിസാല. അപ്പൊ റിസാലത്ത് എന്ന് പറയുമ്പോൾ ഉണ്ടാകും നബുവത്തിന്റെ പിന്നിലുണ്ട്. ഖാസ് പറഞ്ഞാൽ ആമ് വരും ഇസ്ബാത്തില്. ഖാസ് പറഞ്ഞാൽ എന്താ? മന്ദിക്കിന്റെ കോലം എന്താണ്? ഖാസ് പറഞ്ഞാൽ ആമ് വരും. ഏതുപോലെ ഇവിടെ കുടിക്കാൻ ചായ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുടിക്കാവുന്ന ഷറാബ് ഉണ്ട് എന്ന് കിട്ടും അല്ലേ? ഇവിടെ ഷറാബേ ഇല്ല എന്ന് പറഞ്ഞാൽ കുടിക്കേണ്ട ഒരു തുള്ളി വെള്ളം പോലും ഇല്ല എന്ന് അർത്ഥം കിട്ടുക. ഹാസ്റ്റലിലടക്കം പോകും. അന്നഫീലി
റിസാലത്ത് കൊണ്ട് നിറച്ച് എന്ന് പറയുമ്പോൾ നുബുവത്ത് കൊണ്ട് നിറച്ചു, നുബുവത്ത് കൊണ്ട് നിറച്ചു എന്ന് പറയുമ്പോൾ വിലായത്തുൽ ഉളുമ കൊണ്ട് നിറച്ച്, വിലായത്തുൽ ഉളുമ കൊണ്ട് നിറക്കുമ്പോൾ വിലായത്തുൽ സൗറ കൊണ്ട് നിറച്ച്. അപ്പൊ ഈമാനും അപ്പൊ ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഐനുൽ യഖീനുണ്ട്, ഇൽമുൽ യഖീനുണ്ട്. വഖീല മഅനാഹു, ഇതിന്റെ അലം നശ്റഹ് ലക സദ്റക എന്ന മാന അലം നുതഹിർ ഖൽബക, തങ്ങളെ കൽബിനെ എന്താക്കുമ്പോൾ കൽബിൻ ഈ സദറിന് കൽബിന്റെ മാന തന്നെ നിർത്തി. എന്നിട്ടോ ജാഹിലിയ കാലത്തുള്ള എല്ലാവിധ അനാവശ്യങ്ങളെ തൊട്ടും തങ്ങൾ കൽബിൽ കടക്കാതെ കണ്ട അല്ലാഹു തആല കാത്തു അസൂമായി കണ്ടോ. ഹത്താ ലാ യുദിയകൽ വസ്വാസ്, വസ്വാസ് ഒന്നും അടുക്കാത്ത രീതിയിൽ ഒരു മാന. ഇനി എന്താ അടുത്ത ആയത്ത് ഏതാ? വവളഅനാ അൻക വിസ്റക്, വവളഅനാ ഇപ്പൊ അയിന് കണ്ടിട്ട് എന്താ വവളഅനാ അൻക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുറെ പെണ്ണുങ്ങന്മാർ പണിയായി. അപ്പുറം ഒരൽക്കിന്റെ അക്ഷരം വന്നാണ്ടാവും അടുകണിയിൽ. ലാ അഅ്ബുദു മാ തഅ്ബുദു വലാകിൻ വലാ അന ആബിദും മാ അബത്തും, മാൻ എന്താക്കുന്നിട്ടാണ് മാ അബത്തും എന്നായി പതിയാൾ ഓതല്. ഒരൽഫിന്റെ കഥകൾ എന്താക്കണം, ബോധപൂർവം കിട്ടണം. അല്ലെങ്കിലോ സീഖ എന്തായി ജമ്മ് മുഅന്നസായി മാറി, ജമ്മ മുത്തക്കല്ലിം പോയിട്ട്. തങ്ങളുടെ ഭാരം തങ്ങളെ തൊട്ട് ഇറക്കി വെച്ച് മുത്തക്കബ്ബിറും ജബ്ബാർ അർത്ഥം വെക്കൽ ഒരുപാട് കുറ്റം ചെയ്തു. കാരണം ദിവസം 100 കുറ്റം ചെയ്തെന്നാണല്ലോ ഓരോ എത്തിക്കാത്. അപ്പൊ എത്രയായി കുറ്റഭാരം കൊണ്ടിട്ട് എന്തായി തലങ്ങനെ കുഞ്ഞു പോയി വരും. അതെന്താക്കി അല്ലാഹു തആല ഇറക്കി വെച്ച്. എന്നാ എത്ര ഒരു ദിവസം 100 കുറ്റം? ഇതെന്തൊരു എത്തിക്കാതാണ്. സുബ്ഹാനല്ലാഹി ബിഹംദി മഅദല്ലാഹ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ലോകത്തിലേക്ക് മുഴുവനും ഹിദായത്തിന് വേണ്ടി അയച്ചതാണ്. പറയട്ടെ, ഒരു ശൈഖിന്റെ അടുത്തേക്ക് ഒരു കുട്ടിനെ നല്ലാക്കണം. ഇവന്റെ സ്വഭാവവും ഇവന്റെ വേഷവും വാക്കും പ്രവർത്തനങ്ങളൊക്കെ തസ്കിയത്ത് ചെയ്തിട്ട് രഹസ്യത്തിൽ പോലും പരസ്യം പോലെ എന്താക്കി ഒഴിവാക്കുന്ന രൂപമാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടിനെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യൻ കഴിയും. ഇത് ലോകം മുഴുവനും ഹിദായത്തിലേക്ക് മറിക്കണം എന്ന് പറയുമ്പോൾ എത്ര ബാധിച്ച ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കുന്നത്. എന്തെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. സാധാരണ ഒരു ബശറാദിന് ഇത് ഏറ്റെടുക്കാനാകൂല. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആ വഹി ഇറങ്ങുന്ന അവസരം തന്നെ സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള ശാരീരിക ഭാരമുണ്ട്. നമ്മ വഹി ഇറങ്ങുമ്പോൾ പറഞ്ഞില്ലേ, ഏതോ ഒരു സഹാബിന്റെ കാല് തങ്ങളെ കാലിനടിക്കാൻ ഇപ്പം ഊരിയെടുക്കാൻ കിട്ടിയിട്ടില്ല, ഒട്ടക ഇരുന്നു പോയത് അങ്ങനെ അമിഞ്ഞു പോയിന്നാണ്. ഖൗലൻ സഖീല ഹിസ്സിയാന്ന്. മാത്രമല്ല ഇതിൽ പറയുന്നത് എന്താണ്, തങ്ങൾ സ്വന്തം തന്നെ അല്ലാഹു തആലക്ക് അബ്ദായി പൂർണ്ണമായി ജീവിക്കണം. എല്ലാവരെയും ഇത്തരത്തിലുള്ള ഉബൂദിയ്യത്തിലേക്കും ഇബാദത്തിലേക്കും തഖ്വയിലേക്കും മറ്റുള്ള ആളെ മാറ്റിയെടുക്കണം. ഭാവി തലമുറ വരെ വേറെ റസൂൽ വരൂലെന്ന് പറഞ്ഞു. ഇനി വേറെ റസൂലിനെ അയക്കാനില്ല. അപ്പൊ ചെറിയ ഉത്തരവാദിത്തമായി പറയുന്നത്. ഇനി വിസുദ് എന്ന് പറഞ്ഞ പാവം എന്ന് ആരാ അർത്ഥം കൊടുത്തത്? ഏത് ഭാഷയിലാണ് ഉള്ളത്? അപ്പൊ വിസുറിനെ പഠിച്ച വസീർ എന്ന കുറ്റവാളി എന്ന അർത്ഥം. വസീറിനെ എന്താന്ന് പറയാൻ ചെയ്യും? മന്ത്രി. മന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുന്ന ആളെന്നാ. ഓരോ ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായ വലിയ ഉത്തരവാദിത്തമുണ്ട്. അല്ലെ നാട്ടിലൊന്നും നടക്കൂല. അപ്പൊ വമ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളെന്നാണ്. അതിൽ പ്രാധാന്യമുണ്ട്, മുക്കുന്നുണ്ട്, മുക്കാത്ത ആളുണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ കള്ളത്തിന് അർത്ഥം വെക്കരുത്. അത് ആ വിസിറിന് തെളിവൻ എന്താ? അല്ലദീ അൻഖള ലഹ്റക. അത് സാധാരണ ഒരാൾക്കാണ് വെച്ചു കൊടുത്തതെങ്കിൽ ഓൻ എണീക്കലുണ്ടാവില്ല. പിന്നെ ഒരു വഹിയും കെട്ടി നടപ്പിൽ വരുത്തണം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ എണീച്ച് നടക്കുമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അബൂജഹൽ ആളും കാത്തിക്കുന്നില്ലേ? മുത്തക്കബീറും ജബ്ബാറും കാത്തിക്കുന്നുണ്ടല്ലോ. ഖീല, എന്താണ് വിസിർ? മാ സലഫ മിൻ ദംബിക എന്ന് പറഞ്ഞാൽ യാനി ഖബല നുബുവ്വ, നുബുവ്വത്തിന്റെ മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ഭാരം തങ്ങളുടെ മേലുണ്ടാകില്ല, അത് ഇറക്കി തന്നു.
ഇറക്കുന്നതിന് ആദ്യം വെച്ചിട്ടെടുക്കണമെന്ന് അതിന് നിയമമില്ല. തീരെ കയറ്റാഞ്ഞാലും പറയും എന്തെന്ന്, അത് ഓറലേക്ക് ചുമത്തണ്ടെന്ന് വെച്ചാൽ തീർന്നില്ലേ, എന്നാലും പറയാലോ ഇറക്കിയെന്ന്. വക്കീല അറാദ ഫിഖല അയ്യാമിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് എന്തൊക്കെയോ അസഹ്യമായ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഭാരം മുഴുവനും തങ്ങളിൽ നിന്ന് ഇറക്കി. അപ്പം ഒരു തരത്തിലുള്ള ജാഹിലിയ ഭാരവും തങ്ങളേക്ക് വന്നിട്ടില്ല. വക്കീല അറാദ മാ അസ്ഖല ലഹ്റഹു മിനർ റിസാല, റിസാലത്തിനാൽ ഏറ്റവും വലിയ ഭാരം എന്തുണ്ട്, ഹത്താ ബല്ലഗഹ, അത് എത്തിച്ചു കൊടുക്കണം. എത്തിച്ചു കൊടുത്തിട്ട് നോട്ടീസ് ഒട്ടിച്ച് ഞാനൊരു കാര്യം നിർവഹിച്ചു എന്നുകൊണ്ട് പോയാൽ പോരാ, ഒരു ജാഥ പോയാലൊന്നും പോരാ, മാറ്റന്നെ വേണം. അതല്ലേ കള്ളൂടിയിൽ ബിസിനസ് നടത്തിയുന്ന ആള് എന്താക്കി മാറ്റിയെടുത്തിട്ട് കൊത്തി പൊട്ടിച്ചിട്ട് ആഴ്ചകളോളം തോട്ടിലെ കൂടി വെള്ളത്തിന് പകരം കള്ളൊഴുകി എന്ന് പറഞ്ഞാൽ എന്താ, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം വില വെച്ച. അപ്പൊ ഈ കോലല്ല ഹക്കാഹുൽ മാവർദി വസ്സുലമി റളിയല്ലാഹു അൻഹുമാ. അപ്പോൾ ഓരോരുത്തർ തെളിവാ പറയുന്നത്. വക്കീല അസംനാക്ക, തങ്ങൾക്ക് ഇസ്മത്ത് നൽകി. വലൗലാ ദാലിക ലഅസ്കലത്തിൽ ദുനൂബു ദഹറക, ഇസ്മത്തില്ലായിരുന്നുവെങ്കിൽ എന്നുണ്ടായിത്തീരും, ഇല്ലായിരുന്നുവെങ്കിൽ, അതുകൊണ്ട് ഉണ്ടെന്ന് വരൂല. ദുനൂബ് എന്താക്കും, തങ്ങളെ ദഹറിനെ ഭാരമാക്കുമായിരുന്നു എന്ന് സമർക്കന്ത് ഇമാമും പറഞ്ഞു. അതെല്ലാം വളരെ വ്യക്തം. വറഫഅനാ ലക ദിക്റക, തങ്ങളുടെ ദിക്റിനെ നാം ഉയർത്തി വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എന്താ അതിന്റെ മാന? ഖാല യഹ്യ ഇബ്നു ആദം, അവർ പറയുന്നു, ബിൻ നുബുവ്വത്തി, നുബുവ്വത്ത് കൊണ്ടെന്താക്കി, തങ്ങളെ സ്ഥാനം ഉയർത്തി. വഖീല, രണ്ടാമത്തേത്, ഇദാ ദുഖിർതു ദുഖിർത മഈ, അല്ലാഹു തആല പറയുന്നു, എന്നെ പറയപ്പെടുന്ന സ്ഥലത്തെല്ലാം തങ്ങൾ എൻ്റെ ഒപ്പം പറയപ്പെടും. ഉദാഹരണം നോക്കാം, ഖുതുബ, അൽഹംദുലില്ലാഹ്, ഹംദ് പറഞ്ഞു, എന്താ പറയേണ്ടത്, സല്ലല്ലാഹു, തങ്ങളെ പേര് സലാത്തല്ല, ഞാൻ ഖുതുബ ഉണ്ടോ, ഖുതുബന്റെ റുക്കിന് പോയി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, സഹാത്തലിമലി ഒറ്റത്തറപ്പും മതിയാവൂല. ബാങ്കിലി അഷ്ഹദു അല്ലാ ഇലാഹ, ഇന്ന് ലൈല എന്നാവതില്ലേ, രണ്ട് തഹ്ലീലുണ്ട് പോലും, ഒന്ന് ലൈല ഇല്ലല്ല, രണ്ടാമത്തെ ലാന്നുണ്ടാക്കും, ആകാശം വരെ അങ്ങോട്ട് പൊന്തിക്കുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് ഇലാഹിൽ വെച്ചിട്ടുണ്ട് സഹാത്തലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ലൈല, എന്നിട്ടോ രണ്ടാമത്തെ പറയുമ്പോൾ ലാ ഇലാഹ. അപ്പൊ ഈ എട്ടത്താപ്പെടുന്ന കിട്ടി രണ്ടു തരം കലിമത്ത്. നിങ്ങൾ ബാങ്ക് ശ്രദ്ധിക്കുന്നില്ല, ഇപ്പൊ സലാത്ത് എല്ലാണ്ടും കഴിയാണ്ടായി, ബാങ്കിന് ഇജാബത്ത് ചെയ്യാനും കഴിയാണ്ട്. ബാങ്കിന്റെ ഇജാബത്തിൽ നിന്നിട്ട് ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഇപ്പം ഇത് പറയണില്ല, ലൈല എന്നുണ്ട് കലിമത്ത് ഷഹാദത്ത് ഉണ്ട്. അപ്പൊ ശുക്രൻ ഒരു നേതൃത്വമില്ലാത്ത കേസാണിപ്പോ, നൂലില്ലാത്ത തസ്ബീഹമാല. അപ്പൊ ഈ തസ്ബീഹിന്റെ ഈ നൂലില്ലാത്ത തസ്ബീഹ പിടിച്ചാണ് ഇങ്ങോട്ടുണ്ടാവില്ലേ, ഒന്ന് കേക്കോട്ടുണ്ടാവും, ഒന്ന് മുടക്കോട്ടുണ്ടാവും, ഒന്ന് ചെറുക്കള അടിയിലുണ്ടാവും, എല്ലാം കുത്തൈങ്ങി. അപ്പൊ ഇതാ ദുഃഖിർത്തു ദുഃഖിർത്തമായി, എന്നെ പറയപ്പെട്ടാൽ തങ്ങളെ കൂട്ടത്തിൽ പറയപ്പെടും. കണ്ടോ, അതെന്താ, ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹു തൊട്ടപ്പുറം തന്നെ എന്താ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖീല ഫിൽ അദാനി, ബാങ്കിലുമുണ്ടല്ലോ അത്, അല്ലേ, അങ്ങനെ പല രംഗങ്ങളുണ്ട്. അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല, കണ്ടില്ലേ, ഇനി ഇതെല്ലാം എടുത്ത് വെച്ച് അല്ലേ. ഇനി നമ്മളെ മുസന്നിഫിനോ പറയാനുണ്ട്. ഖാലൽ ഖാദി അബുൽ ഫളിൽ, ആരാണ്, ഇമാം മുസന്നിഫ് തങ്ങള്, ഹാദാ തഖ്രീറും മിനല്ലാഹി തആല ജല്ല ഇസ്മുഹു, ഇത് അല്ലാഹു തആലയുടെ വക്കൽ നിന്നുള്ള തഖ്രീർ, തഖ്രീർ എന്ന് പറഞ്ഞാൽ അംഗീകാരം കൊടുക്കല്, ഇതിന് നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള തഖ്രീറാണ്, അലാ അലീമി നിഅമിഹി ലദൈഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ അദീമായ നിഅമത്ത് തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്.
വശരീഫി മൻസിലതിഹി ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങളെ ഉന്നതമായ മൻസിലയും. ഷരീഫ് മൻസില അൽ മൻസിലത്തു ഷരീഫാണ് സിഫത്ത് മൗസൂലത്തിലേക്കാണ് ഇലാഫത്ത്. വകറാമതിഹി അലൈഹി, അള്ളാഹിൻ്റെ അടുക്കൽ വളരെ ആദരവാണ്. നയിച്ചജലിനെ നിയമത്തുണ്ടെന്ന് ബിഅൻ ശറഹ ഖൽബഹു ലിൽ ഈമാനി വൽ ഹിദായ. കണ്ടോ എന്തിൻ്റെ അർത്ഥം? അലം നശ്റഹ് ലക സദ്റക വവസ്സഅഹു ലിവഅയിൽ ഇൽമി വഹംലിൽ ഹിക്മ, ഇൽമും എല്ലാ ഹിക്മത്തും വഹിക്കുവാൻ മാത്രം അത് വിശാലമാക്കി. എവിടത്തേക്കെത്തി? അലം നശ്റഹ് ലക സദ്റക. ഇനി വറഫഅ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സിഖല ഉമൂരിൽ ജാഹിലിയ്യത്തി, ജാഹിലിയ്യത്തിന്റെ എല്ലാ കാര്യങ്ങളുടെയും ഭാരം അല്ലാഹു തആല ഉയർത്തിക്കളഞ്ഞു. അതിന്റെ വവളഅനാ അൻക വബഗ്ഗളഹു ലിസയ്യിദിഹാ, ജാഹിലിയ്യത്തിന്റെ ആ ജീവിത രീതിയോട് തങ്ങൾക്ക് അങ്ങേയറ്റം വെറുപ്പം. ലാത്തനെ പറ്റിയും പറയണ്ട, ഉസ്ദനെയും പറയണ്ട, കഞ്ഞിമൂലിയും പറയണ്ട എന്ന് തങ്ങളെന്താക്കി ആട്ടിക്കളഞ്ഞില്ലേ പല സ്ഥലത്തും. ഒന്നിനോടും ഇഷ്ടമില്ല. അതുപോലെ വമാകാനത്ത് അലൈഹി, ആ ജാഹിലിയ കാലം എന്തൊരു നടപടിന്റെ മേലിലാണോ അതും. അബൻ മലാത്തിഫ് വമാകാനത്ത് അലൈഹി എന്ത് മലാത്തിഫ് ബഗ്ഗളഹു ലിസിയരിഹാ, ജാഹിലിയത്ത് ബിമാ ബിദുഹൂരി ദീനിഹി എന്ന് പറഞ്ഞാൽ കാനത്ത് അലൈഹി ബിദുഹൂരി ദീനിഹി എന്നല്ല, അതിനകത്ത് ബാന്റെ താലൂക്ക് എടുത്തേക്കാന്ന്. ഇതെല്ലാം ഉയർത്തിക്കളഞ്ഞു. ബിദുഹൂരി ദീനിഹി അലദ്ദീനി കുല്ലിഹി, എന്തോ കിഷ്കാലേ, എല്ലാ ദീനിനെയും മറികടന്നുകൊണ്ട് തങ്ങൾക്ക് കൊടുക്കപ്പെട്ട ദീനുണ്ടാക്കി ദുഹൂറാക്കലോടുകൂടി എന്താക്കി മറ്റെല്ലാം അടിച്ചമർത്തപ്പെട്ടു പോയി. വഹത്ത അൻഹു ഹദത അബാഇർ റിസാലത്തി വന്നുബുവ്വ, റിസാലത്തിന്റെയും നുബുവ്വത്തിന്റെയും വലിയ ഭാരം ആകുന്ന ഉത്തരവാദിത്തം എന്താക്കിയെന്നറിയോ? അല്ലാഹു തആല അളവ് ചെയ്തു കൊടുത്തു. എന്തിനാ? ലിതബ്ലീഗിഹി ലിന്നാസി മാ നുസില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ട ഒരു കാര്യം ജനങ്ങൾക്ക് തബ്ലീഗാക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതിനനുസരിച്ച് ബയാൻ, അതിനനുസരിച്ച് വിശാലമായ ഇൽമ്, തർക്കിച്ചാൽ അതിനൊക്കെ ഉത്തരം എല്ലാം വേണം. വതൻബീഹിഹി ബിഅളീമി മകാനത്തി, അതിന്റെ അർത്ഥാണ് വറഫഅനാ ലക ദിക്റക അനമാനിയാണ്. കണ്ടോ? വജലീൽ റുതുബത്തിഹി, അപ്പോൾ ആയത്തിനെ ഒപ്പിച്ച് തീരുമാനം വെച്ചോക്കൂ. പിന്നെ വറഫഇഹി ദിക്റഹു വഖിറാനിഹി മഅസ്മിഹി ഇസ്മഹു, വഖറന ഇസ്മഹു മഅസ്മിഹി തൻബീഹൻ അലാ ഉലൂബി മഖാമിഹി. ഖുർആനി അള്ളാഹുവിന്റെ പേരിനോട് ചേർത്തിട്ടാ വെക്കുക, ഒരു ഹറഫിന്റെ ഫസല് പോലും ഇല്ല. അള്ളാഹുന്ന് തീർന്നപ്പം മീമങ്ങൾ തുടങ്ങും. സല്ലല്ലാഹു അലൈഹി വസല്ലം. قال قتادة رضي الله عنه رفع الله تعالى ذكره في الدنيا والآخرة, ദുന്യാവിലും ആഖിറത്തിലും തങ്ങളുടെ ദിക്റിനെ അല്ലാഹു തആല ഉയർത്തി വെച്ചിരിക്കുന്നു. എന്നതിനർത്ഥം വറഫഅനാ ലക ദിക്റക. അപ്പൊ ഫലൈസ ഖതീബുൻ, ഒരു ഖതീബുമില്ല. അപ്പൊ തങ്ങളെ പറ്റി പറയൽ ദിക്റിന്റെ ഇനത്തിലെ പെടുത്തിയിരുന്നു. ദിക്റിന്റെ മുസമ്മയിലാണ് ഇതിനെ പെടുത്തിയത്. തങ്ങളെ മദ്ഹുകൾ പറയാ, ബാബം വെറും ചരിത്രമല്ല. ഫലൈസ ഖതീബുൻ വലാ മുതശഹിദുൻ വലാ സ്വാഹിബു സ്വലാത്തിൻ, ഒരു ഖതീബ് ഖുത്ബ ഓതുന്ന ഒരാളുമില്ല, ഷഹാദത്ത് കലിമ ചൊല്ലുന്ന ആളുമില്ല, നമസ്കാരത്തിന്റെ ആളുമില്ല. ഇല്ലാ യഖൂലു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഖായിഖ് തഫ്സീർ അടങ്ങുള്ള ഈ ഷറഹദിലുണ്ടാവും. കാലൽ ഉറദി പറയുന്നത് ഫഇൻ ഖുൽത ലിമ ലം യഖുൽ ബിദിക്രിക മഈ എന്ന് പറഞ്ഞു. എൻ്റെ ഒപ്പം നേരത്തെ പറഞ്ഞ ഉത്തരത്തിൽ എന്താ പറഞ്ഞത്? ഇതാ ദുഃഖിറത്തു ദുഃഖിറത്ത മഈ എന്നല്ലേ. ആ ഇബാറത്ത് പറഞ്ഞു എന്ന് പറഞ്ഞില്ല ബിദിക്രിക മഈ എന്ന്. എന്തുകൊണ്ട്? ഫഇന്നർ റസൂല മദ്കൂറും മഅല്ലാഹി തആല ലാ അന്നല്ലാഹ തആല മദ്കൂറും മഅർ റസൂൽ. റസൂലിനെ പറഞ്ഞാല് അള്ളാഹിനെ പറ്റി പറയപ്പെടും. റസൂലിനെ ഞാൻ പറഞ്ഞില്ല ഈ നിസബിയാണ്.
നിസബിയായ പേരാകുന്ന അവസരത്തിൽ ഇയാൾ കുഞ്ഞളയാന്ന് പറഞ്ഞ് ഇയാളെ ആളാരാന്ന് ചോദിക്കൂലേ? മറുവശം വേണം. അതേ അവസരത്തിൽ അന്നല്ലാഹ തആല മദ്കൂറും മഅർ റസൂൽ, അള്ളാനെ പറയുമ്പോൾ റസൂലിനെ പറഞ്ഞോളൊന്നുമില്ല അതല്ലേ എന്ന് ചോദിച്ചാൽ ഖുൽതു അദ്ദീനുല്ലദീ ജാഅ ബിഹിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവന്ന ദീന് ഇദാ ഉരിദ അലാ മൻ ലം യുഅ്മിൻ, വിശ്വസിക്കാത്ത ഒരാളൊക്കെ അവതരിപ്പിച്ചു കൊടുത്താൽ അള്ളാനെ പറഞ്ഞ തിരിയില്ല. ഞാൻ ആരാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് ഫത്വഹുൽ പറഞ്ഞെന്താന്ന്, കുട്ടിക്ക് നിസ്കാരത്തിനെ കൊണ്ട് കൽപ്പിക്കുന്നതിന് മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആബായിന്റെ മോൾ ഈ ഭാഗത്തില്ലെന്ന്, അതെ അതിന് മുമ്പായിട്ട് ആദ്യമായി വേണ്ടത് ഈ കൊണ്ടുവന്ന റസൂലിനെ നിങ്ങളായിരുന്നു ചോദിച്ചാൽ റസൂലാന്ന് പറഞ്ഞു കൊടുക്കണം. ആരെ റസൂൽ ചോദിച്ചാൽ അള്ളാന്റെ ഇല്ലേ, ആരാണ് അള്ളാന്ന് ചോദിച്ചാൽ വ്യാഖ്യാനിക്കും. അതിന് ശേഷമാണ് തൗഹീദല്ലാഹി സുബ്ഹാനഹു വ തആല വ തൻസീഹഹു അമ്മാ ലാ യലീഖു ബിഇസ്സിഹി, അല്ലാഹുവിൻ്റെ തൗഹീദും അല്ലാഹുവിനോട് അനുയോജ്യമല്ലാത്ത മോശമായ കാര്യമുണ്ടല്ലോ അതിനകത്ത് തൻസീഹും. അപ്പോൾ ഫകാന തൗഹീദുല്ലാഹി ബഅദൽ ഇൽമി ബി തസ്ദീഖിർ റസൂൽ, റസൂലിന്റെ തസ്ദീഖിന് ശേഷം ഉണ്ടാവേണ്ടതാണ് അല്ലാഹുവിന്റെ തൗഹീദ്. എന്തുകൊണ്ടല്ലേ? അന്നർ റസൂല ഹുവല്ലദീ അർസദന്നാസ ഇല തൗഹീദിൽ ഹഖ്, ഹക്കായ തൗഹീദിലേക്ക് ജനങ്ങളെ വഴി നടത്തിച്ചതാരാണ്? റസൂലാണ്. വദല്ല അലാ ദിക്രില്ലാഹി തആല അല്ലാഹി ബിജലാലിഹി, അള്ളാഹുവിൻ്റെ ജലാലിനോട് അനുയോജ്യമായ ദിക്ർ എന്താണെന്ന് പഠിപ്പിച്ചത് റസൂലാണ്. അള്ളാഹൻ എന്ത് വിളിക്കാം, എന്ത് വിളിച്ചുകൂടാ, അങ്ങനെയുണ്ടല്ലോ. തമ്പുരാനെന്ന് വിളിക്കാൻ പറ്റുമോ? ദൈവം എന്ന് വിളിക്കാം, ഭഗവാൻ എന്ന് വിളിക്കുക, അതൊന്നും പറ്റൂല. അള്ളാഹിൻ്റെതായ പേരുണ്ട്, അയ്യമ്മാത്തഹുൽ ഹുസ്ന. നിങ്ങൾ എന്താ വിളിക്കുന്നത്, അതിന് പറ്റിയ പേരെടുത്ത് തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ചോന്നല്ലേ പറഞ്ഞു. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിൻ്റെ പേരുകളിൽ സ്വന്തം കെട്ടിയുണ്ടാക്കുന്ന ബുറൂദില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളാണ്, പിടിച്ചുകൊണ്ട് പുറത്താക്കിയുണ്ടാവും. റസൂലിനെ അംഗീകരിക്കാത്ത ആളെ ഒരാൾ തൗഹീദായി. എന്നാൽ തൗഹീദുൻ മഖറൂനും ബി അബാതീൽ, ഒരുപാട് അബാതീലുകളെ കൊണ്ട് കൂട്ടിക്കുഴക്കപ്പെട്ട തൗഹീദാകുന്നു. അനിസ്ലാമിക പ്രസ്ഥാനത്തിനുണ്ടല്ലോ തൗഹീദ്, പക്ഷെ തൻസീഹ് വന്നിട്ടില്ല. കതൗഹീദിൽ യഹൂദി വന്നസാറ. അപ്പോൾ ഫജാസ അൻ യുഖാല ഇന്ന ദിക്റല്ലാഹി ജാഅ മഅ ദിക്രിർ റസൂൽ, റസൂലിന്റെ ദിക്റിനോടുകൂടി അള്ളാഹുവിന്റെ ദിക്ർ വന്നു. ബിൽ ഇത്തിബാരിൽ മദ്കൂർ. ഇത് പറയട്ടെ, വൽ ഹാസിലു അന്ന ഇബ്നു അതാഇൻ റളിയല്ലാഹു അൻഹു ലം യുരിദ് ഇല്ലാ അന്ന ദിക്റല്ലാഹി തആല ബിമാ യലീഖു ബിഹി ലം യഅതി ഇല്ലാ മഅ തസ്ദീഖ് ബിൻ നബിയ്യി. കടാ ജഅൽതു തമാമ പറയുന്നുണ്ട്. ഇബ്നാത്തായത് നമ്മുടെ സിക്കന്ദർ ഇമാമല്ല, അതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അവർ ഉദ്ദേശം ലം യഅതി ഇല്ലാ മഅ തസ്ദീഖ് ബിൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തസ്ദീഖിനോടൊപ്പമല്ലാതെ അള്ളാഹ്ക്ക് അനുയോജ്യമായ ദിക്ർ വരൂല, തങ്ങൾ പഠിപ്പിച്ചെടുക്കണ്ടേന്ന്. ബിഹൈസു സാറ മഹ്സൂറൻ ഫീഹി, അതുകൊണ്ടാണ് എന്താക്കിയത്, അതിൽ ഹസ്റാക്കിയത്. തമാമൽ ഈമാനി ബിദിക്രി മഅകാദ്. ഇബ്നു അത്താ തഫ്സീർ കൊടുത്തില്ലേ, ഈമാനിനെ തമാമാക്കി എന്താക്കി, തങ്ങളോടൊപ്പം ചേർത്തുകൊണ്ട് എന്താക്കണം, എൻ്റെ ദിക്ർ പറയണം. അപ്പൊ തങ്ങൾ വാസത്തെ ആയിക്കൊണ്ട് മാത്രമേ എന്താക്കുള്ളൂ, അള്ളാഹിന്റെ ദിക്ർ ശരിയാകുള്ളൂ. അതിനെ ചോദിക്കുന്നത്, നിങ്ങൾ അള്ളാഹ് പറയുന്നത് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അപ്പം വലം യബ്ക അലാ വജ്ഹിൽ ബസീതതി അഹദുൻ യദ്കുറുല്ലാഹ തആല ബിക്റൻ യുർദില്ലാഹ, അല്ലാഹു തആലാനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ദിക്ർ ഈ ഭൂമിയിൽ ആര് ചൊല്ലിയോ, ഇല്ലാ ഇദാ കാന ദാകിറൻ ലിന്നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണ്ടാകും പ്രത്യക്ഷമായോ പരോക്ഷമായോ പറയാൻ പറ്റൂല. നിങ്ങൾ ഈ ദിക്ർ എഴുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ തങ്ങളെ തൊട്ട് വാരിത് പറയണം.
പിന്നെ അയ്യു റിഫഅത്തിൻ യനാലുഹ മഖ്ലൂഖൻ അഅലമ മിൻ ഹാദിഹി റിഫഅ, ഈ ഉന്നതിക്കപ്പുറം ഏത് ഉന്നതിയാണ് ഒരു മഖ്ലൂഖിന് കിട്ടേണ്ടത്? കേട്ടോ. وقريب من هذا المعنى ما نقله السلمي عند قوله تعالى من يطع الرسول فقد أطاع الله. റസൂലിനെ ഭയപ്പെട്ട അള്ളാഹ് ഭയപ്പെട്ട ആളായി എന്നതിൻ്റെ വാചകത്തിൽ നിന്ന് അത് കിട്ടുമെന്ന് സുലമി. عن جعفر الصادق رضي الله عنه قال من عرفك بالرسالة والنبوة فقد عرفني بالربوبية والإلهية. ജഅഫർ സാദിഖ് തങ്ങളുടെ തഫ്സീറാണ് ഇത്, ഹഖായിഖ് തഫ്സീർ. അപ്പം റിസാലത്തും നബുവത്തും കൊണ്ട് അറിഞ്ഞാൽ, ഇപ്പം റിസാലത്തിനുണ്ടെന്ന് മറുവശം ഉണ്ടാവും, നബുവത്ത് ഉണ്ടായിക്കൊണ്ടെന്നില്ല. മറുവശമില്ലാതെ നബുവത്ത് കൊടുക്കാനാണ്. അപ്പം റിസാലത്ത് കൊണ്ടും നബുവത്ത് കൊണ്ടും ഒരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ റുബൂബിയ്യത്തും ഇലാഹിയത്തും അല്ലാഹ്ക്കുണ്ടെന്ന് അതിൽ ലാസിമായിട്ട് കിട്ടും. ഹഖായിഖ് തഫ്സീറാണ് ഇബ്നു അത്താഇന്റെ നവീൽ പറഞ്ഞിരിക്കുന്നത്. വഫി ഹഖായിഖ് തഫ്സീർ മിൻ കലാമി ഇബ്നു അത്താ. വഖാല അയ്ളൻ ജഅൽനാക ദിക്റൻ മിൻ ദിക്രി, എൻ്റെ ദിക്റിൽപ്പെട്ട ഒരു ദിക്റിന്റെ ഇനമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങി അദ്കാറിന്റെ പല ഇനങ്ങൾ ചെയ്യുമ്പോൾ തങ്ങളെ എന്തെങ്കിലും ഷമായിൽ ഔസാഫ് ഓതിയാൽ എന്താ, അതൊരു ദിക്റാണ്. ദിക്ർ എന്നുള്ള ആമല്ലേ. അപ്പം ഫമൻ ദക്കറക ദക്കറനി, അതിനുണ്ട് ഇതില്ലേ മുജിബാത്തുർ റഹ്മ, അതിനുണ്ടല്ലോ. അതിന്റെ മദ്കൂർ അല്ല തന്നെ ആവണമെന്നില്ല. തങ്ങളെ പറ്റി പറയുന്ന ഒരു ഹദീസ് ഓതിയാലും ഉണ്ടാകും. ഖാലല്ലാഹു അസ്സ വജല്ല ഉറവി അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുന്തു നൂറൻ ബൈന യദൈല്ലാഹി അസ്സ വജല്ല തുടങ്ങിയ ഹദീസുകൾ ഓതിയാൽ എന്താകും? അല്ലാഹുവിന്റെ ദിക്ർ തന്നെ. ഖാല ജഅഫർ ഇബ്നു മുഹമ്മദിൻ സാദിഖു, ജഅഫറിന്റെ സിഫത്താണ് സാദിഖു എന്നുള്ളത്. അപ്പൊ ജഅഫറു സാദിഖ് അറിയാലോ, നമ്മുടെ ഇമാമിയങ്ങളിൽപ്പെട്ടവര്. ലാ യദ്കുറുക അഹദുൻ ബിദ്ദിസാലതി ഇല്ലാ ദകറനി ബിർറുബൂബിയ്യതി, ദിസാലത്ത് കൊണ്ട് തങ്ങളെ പറഞ്ഞിട്ടില്ല, റുബൂബിയ്യത്ത് കൊണ്ട് എന്നെ പറഞ്ഞിട്ടല്ലാതെ. എന്തുകൊണ്ട്? തങ്ങളോട് മൻ എന്താന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയില്ലേ? ഞാൻ റസൂലാണ്. ആരുടെ റസൂല്? അല്ലാഹുവിന്റെ. അപ്പൊ എന്താടാവുന്നില്ലേ മറീന? അതാർത്തേക്ക് എത്തിയാ അബൂ സഈദ് അൽ ഖുദരി. അത് മുമ്പ് കഴിഞ്ഞിട്ടില്ല അല്ലേ? അല്ലല്ല, അബൂ സഈദ് അൽ ഖുദരി മുമ്പ് കഴിഞ്ഞല്ല. അതാനി ജിബ്രീലു. ആ ശരി, അങ്ങനെ. അത് روى أبو سعيد الخدري رضي الله عنه أن النبي صلى الله عليه وسلم قال أتاني جبريل, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, ഇന്ന റബ്ബി വറബ്ബക യഖൂൽ, എൻ്റെയും തങ്ങളുടെയും റബ്ബായ അല്ലാഹു തആല പറയുന്നു, തദ്രി കൈഫ റഫഅതു ദിക്റക വറഫഅനാ ലക ദിക്റക എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അല്ലാഹു തആല ഇവിടെ നടപ്പിലാക്കിയത്? ഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അലം എന്ന് തങ്ങൾ ഉത്തരം പറഞ്ഞു. അപ്പം ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു, ഖാല ദുഖിർതു ഇദാ ദുഖിർതു, എന്നെ പറയപ്പെട്ട ദുഖിർതമായി, അതിൻ്റെ കൂടെ തങ്ങളെയും പറയപ്പെടും. നേരത്തെ പറഞ്ഞത് തന്നെ. ഇതിൻ്റെ ഒരു ഖതീബോ ഒരു മുത്തശഹിദോ ഒരു സാഹിബ് സ്വലാത്തോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദുഖിർതു. ദുഖിർതമായി മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അല്ലാഹു റസൂലുഹു എന്ന് പറഞ്ഞത് ജിബ്രീലല്ല, തങ്ങൾ പറഞ്ഞത്. ഖുൽതു എന്നല്ല, ഞാൻ പറഞ്ഞെന്നല്ല. ജിബ്രീലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞു. ജിബ്രീൽ വന്ന് എന്നോട് പറഞ്ഞു. ആ പറഞ്ഞപ്പം ഞാൻ ഉത്തരം പറഞ്ഞു, തങ്ങളല്ലേ ഖുൽതുന്റെ ഫായിൽ.
അള്ളാഹു റസൂലുഹു അഅലം. അത് ഒരു വാക്കാന്നല്ലോ. അള്ളാഹുവും അവൻ അയച്ച റസൂലും അറിയും. അപ്പൊ തങ്ങൾക്കറിയാം. അത് അറിയുമോ എന്ന് ചോദിച്ചത് സാധാരണ ഒരു ജവാബാണ്. അപ്പൊ തഹസീലുൽ ഹാസിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇജ്മാല് ചില പറഞ്ഞിട്ടുണ്ടാവും, തഫ്സീൽ പറഞ്ഞിട്ടുണ്ടാവില്ല. മിഞ്ഞാന്ന് ഫാദില് ചോദിച്ചതിൻ്റെ അതിൽ ആ അത്തഫുണ്ടല്ലോ, അമായൂന്ന് അത് നമ്മൾ അഖീദയിൽ പറയപ്പെട്ടത് എന്തെല്ലാം? സിദ്ഖ്, അമാനത്ത്, ഫതാനത്ത്, തബ്ലീഗ്. ഇത് വാജിബ്. അത് ഒഴിക്കാൻ പാടില്ല. അഖിലിയായിട്ടും സഹിയായിട്ടും ഒഴിക്കാൻ പറ്റില്ല. ഇതിന്റെ ഓപ്പോസിറ്റ് എന്തെല്ലാം? മുസ്തഹീലുകൾ. 4 മാ യജൂസു എന്ന് പറഞ്ഞാൽ അറാദുൽ ബശരീയത്തിൽപ്പെട്ട രോഗങ്ങൾ, തിന്നല്, കുടിക്കല് പോലത്തത്. അവിടെ തന്നെ എന്തുണ്ട്? എന്താണ്? വമാ യംതനിഉ വമാ യസിഹു എന്ന് പറഞ്ഞത്. അതിലെന്തെല്ലാം പെട്ട്? കിതാബത്ത്, ഷിഅർ മുതലായവ. ഉമ്മിയായിരിക്കുന്നതിന് ഷർത്തല്ലേ? കിതാബത്തും പറ്റൂല. വമാ അല്ലംനാഹു ഷിഅറ, അതുപോലത്തത്. അപ്പൊ യസിഹു എന്നുള്ള എന്താണ്? മാന്റെ സിലന്റെ മുള്ള അത്തഫാന്ന് പറഞ്ഞു. അതിന്റെ സിലന്റെ മുള്ള അത്തഫ്. ഇത് മാ എന്ന് പറഞ്ഞത് മൗസൂല. യജിബു യസ്തഹീലു എന്ന് പറഞ്ഞതിന്റെ സിലയുടെ മുള്ള അത്തഫ്. അപ്പൊ അതിൽ പറ്റുന്നതും പറ്റാത്തതും 2 തരത്തിലുണ്ട്. അത് അഖീദയിൽ പറഞ്ഞതല്ല. ഇത് തങ്ങള് ഷായിറല്ല, കാത്തിബല്ല എന്ന് അഖീദയിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് തങ്ങളുടെ സിഫാത്തുകൾക്കുള്ള ലാസിമില്ല. അബദ്ധമല്ലാത്ത മാന്റെ സിലന്റെ മുകളിൽ മാ എന്ന് പറഞ്ഞാൽ മൗസൂല യജിബു. അതുകൊണ്ടാണ് അവിടെ ആവു എന്ന് പറയാത്ത കണ്ട് മുംതനിഉം പറയാവുന്നതും പറയാത്തതും. എന്തുകൊണ്ട്? ലാ തഖത്തുഹു ബിയമീനി, തങ്ങൾ കൈകൊണ്ട് എഴുതുന്നവരല്ല എന്ന് എഴുതുന്നവരാണെന്ന് പറഞ്ഞുകൂടാ. വമാ അല്ലംനാഹു ഷിഅറ എന്ന് പറഞ്ഞാൽ ഷായിറാണെന്ന് പറഞ്ഞുകൂടാ. ഇങ്ങനെ കൺഫ്യൂഷനാകുന്ന ഒരു ഭാഗത്താണ്. പിന്നെ അപ്പം എനിക്ക് ചൊല്ലുന്ന ദിക്റിൽപ്പെട്ട ഒരു ഇനമാണ് തങ്ങളെ ദിക്റ്. അപ്പൊ സലാത്ത് അതിൽ പെട്ടു. തങ്ങളെ ഔസാഫ് കൊണ്ട് വർണ്ണിക്കൽ അതിൽ പെട്ടു. താജു സലാത്തിലെ കൽമെല്ലാം അതിൽ പെട്ടു. ഇസ്മുഹു മക്തൂമും മർഫൂഉം മശ്ഫൂഉം മൻഖൂസും എന്ന് പറഞ്ഞ എല്ലാം ദിക്റ് തന്നെ. صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم. അതെല്ലാം അല്ലാഹുവിന്റെ ദിക്ർ തന്നെ. അപ്പം ജഅഫർ സാദിഖ് തങ്ങൾ പറയുന്നു, ലാ യദ്കുറുക അഹദുൻ ബിർരിസാലത്തി ഇല്ലാ ദകറനി ബിർറുബൂബിയ്യത്തി. അതായി വഅശാറ ബഅദഹും ഫീ ദാലിക എന്നതിൽ വറഫഅനാ ലക ദിക്റകാന വ്യാഖ്യാനങ്ങളെ പറഞ്ഞതൊക്കെ അതിൽ പറഞ്ഞു ഇല ഷഫാഅത്തി. അള്ളാഹിന്റെ വക്കൽ ഒരു കാര്യം പാസ്സായി കിട്ടണമെങ്കിൽ തങ്ങളെ ഷഫാഅത്ത് കൂടാണ്ട് കഴിയൂല. അല്ല, അള്ളാഹ്ക്ക് തന്നിഷ്ടപ്രകാരം ചെയ്യാലോ, മറ്റാരെയും മുനാദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഷഫീആയിട്ട് വെച്ചപ്പോൾ തങ്ങൾ എന്താ പറയുന്നു? ആയത്തിൽ പറഞ്ഞില്ലേ, വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറുല്ലാഹ് എന്നുകൊണ്ട് അവർ ഇസ്തിഗ്ഫാർ ചൊല്ലിയായില്ലേ? ലവജുല്ലാഹ് എന്ന് പറഞ്ഞില്ലല്ലോ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ഇവർ ഇസ്തിഗ്ഫാർ കബൂലാക്കണേ എന്ന് പറഞ്ഞാൽ ലവജുല്ലാഹ്. ഇനി വമിൻ ദിക്രിഹി മഅഹു, അതിൻ്റെയാണ് വറഫഅനാ ലക ദിക്റകന്റെ മഅന. തങ്ങൾ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ എന്താകും? തങ്ങളെ പറ്റി പറയും. അതിൽപ്പെട്ട ഇനമാണ് അൻകറന ത്വാഅതഹു ബിത്വാഅതിഹി, അള്ളാഹുവിന്റെ താഅത്തിനോടൊപ്പം തങ്ങളെ താഅത്തിനെ ഒരുമിച്ച് കൂട്ടി ചേർത്ത്. വസ്മഹു ബിസ്മിഹി, ഉദാഹരണം ഫഖാല വഅതീഉല്ലാഹ വറസൂൽ. അപ്പൊ താഅത്ത് എന്താക്കി? അള്ളാഹുക്കും റസൂലിനും കൊടുത്തു. അവിടെ തന്നെ എന്താക്കി? വാബ് കൊണ്ട് അത്തഫം ചെയ്ത്. വാബ് കൊണ്ട് അത്തഫം ചെയ്ത് വആമിനു ബില്ലാഹി വറസൂലിഹി. അവിടെ കണ്ട ഈമാന്റെ കൊളത്തിയാരോട് ബില്ലാഹി വറസൂലിഹി. ബില്ലാഹിന്റെ അത് ഇതിൻ്റെയാണ് വസ്മഹു ബിസ്മിഹി. വഫതമഅ ബൈനഹുമാ ബിബാബിൽ അത്ഫി, അത്ഫിന്റെ വാബ് കൊണ്ടാണ് ഇവിടെ എന്താക്കി ഒരുമിച്ച് കൂട്ടിയത്.
അത്ഫിന് പല അക്ഷരങ്ങളുണ്ട്. അതല്ല, വാവുണ്ട്, ഫാ ഉണ്ട്, സുമ്മ ഉണ്ട്, പലതും ഇല്ലേ. പക്ഷെ ഓരോന്നും വ്യത്യാസമുണ്ട്. ഫാ കൊണ്ട് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് വാവ് ഉപയോഗിച്ചാൽ പറ്റൂല, വാവ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഫാ പറ്റൂല, സുമ്മ ഔട്ടും പറ്റൂല. ജാഅനി സയ്യിദും വഅംറുൻ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവില്ലേ? സയ്യിദും അംറും ഈ മജീഇൽ തുല്യരാണെന്നാ കിട്ടുക. രണ്ടാളും വന്നിട്ടുണ്ട്. ജാഅനി സയ്യിദുൻ വഅംറുൻ എന്ന് പറഞ്ഞാൽ എന്നാ ആദ്യം സയ്യിദ് വരും, അതിനെ തുടർന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഉടനെ പിന്നില്ല അംറുൻ. ജാഅനി സയ്യിദുൻ സുമ്മ അംറുൻ വന്നു എന്ന് പറഞ്ഞാലോ കുറെ വൈകിട്ടാ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെ ബഷീർ ഉസ്താദ് നെഹവ് അങ്ങനെയല്ലേ? തെറ്റുമ്പം പറഞ്ഞു. അപ്പോ അത്ഫിന്റെ ബാബിനെന്താ അൽ മുശജ്ജിക്ക എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പറഞ്ഞ അതുമായിട്ട് ശിർക്കത്തുണ്ട് എന്ന് വരും. വലാ യജൂസു ജംഉ ഹാദൽ കലാമി ഫീ ഗൈരി ഹഖ്ഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വാബ് കൊണ്ട് അത്ഫ് ചെയ്തുകൊണ്ട് കലാമ് പറയൽ തങ്ങളെ ഹക്കിലേ ജൈസാവുകയുള്ളൂ, മറ്റൊരാളുടെ കാര്യത്തിലും പ്രയോഗിക്കാൻ പറ്റൂല. അതൊരു പ്രത്യേകതയാണ്. ഉദാഹരണം നോക്കുക, അതിന്റെ ഹദീസ് പറയുന്നതാ: حدثنا الشيخ أبو علي الحسين بن محمد الجياني الحافظ على مصنف الأستاذ فيما أجازنيه മൂപ്പർ ഇജാസത്ത് ചെയ്ത ഹദീസിൽ പെട്ടതാണ്. وقرأته على الثقة عنه. ഉസ്താദിനെ തൊട്ട് ഫിഖത്തായ മറ്റൊരാളെ പക്കം ഞാൻ ഊതിയിട്ടുണ്ട്. അപ്പോൾ ഉസ്താദിന്റെ ശിഷ്യന്മാരെ പക്കം എന്താക്കി? എന്നിട്ട് ഉസ്താദ് നേരിട്ട് ഇജാസത്ത് കൊടുത്തു. قال حدثنا أبو عمرو النمري قال حدثنا أبو محمد ابن عبد المؤمن قال حدثنا أبو بكر بن داسا قال حدثنا أبو داود وصوليا كتاب لكت سجزي قال حدثنا أبو الوليد الطيالسي قال حدثنا شعبة عن منصور عن عبد الله بن يسار عن حذيفة عن النبي صلى الله عليه وسلم قال لا يقولن أحدكم ما شاء الله وشاء فلان എന്ന് പറയാൻ പാടില്ല. അവിടത്തേക്ക് ഹദീസ് എത്തിച്ചത്. അവിടെ എന്താ കേസ്? മാഷാ അല്ലാഹുവിന്റെ മുകളിൽ വശാ എന്നുള്ളത് വാബ് കൊണ്ട് അത്ഫ് ചെയ്ത കേസ്. അപ്പോൾ അതേ അവസരത്തിൽ മാഷാ അല്ലാഹു റസൂലുഹു എന്ന് പറയുന്നത് തെറ്റില്ല. അവിടെ പറഞ്ഞില്ലേ? പിന്നെ വലാക്കി പിന്നെ എങ്ങനെ പറയണം? മാഷാ അല്ലാഹു സുമ്മ ഷാ ഫുലാനുൻ എന്ന് പറയണം. അതായത് ഇത് അബ്ദിന്റെ മശിയത്താണ്, മറ്റേത് അള്ളാഹുവിന്റെ മശിയത്താണ്. മശിയത്തിൽ രണ്ടാക്കുണ്ടെങ്കിലും രണ്ടിന്റെയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും രണ്ടാണ്. മാഷാ അല്ലാഹു സുമ്മ ഷാ ഫുലാനുൻ എന്ന് പറയാം. അതാ ഖാലൽ ഖത്താബി ഇമാം പറയുന്നു അർശദഹും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ അദബി. ഇത് അദബിലേക്കുള്ള ഒരു ഇഷാറത്താണ്. എന്ത്? അള്ളാഹിനെയും റസൂലിനെയും അല്ല അള്ളാഹുവിനെയും മറ്റുള്ള വ്യക്തികളെയും ഒരേ അർത്ഥം കൊണ്ട് അളക്കാൻ പാടില്ല. ഇലൽ അദബി ഫീ തഖദീമി മശിയ്യത്തില്ലാഹി തആല അലാ മശിയ്യത്തി മൻ സിവാഹു. അള്ളാഹു അല്ലാത്തവരുടെ മശിയ്യത്ത് കൂട്ടിവെക്കാൻ പറ്റൂല. എന്നിട്ടോ വഖ്താറഹാബി സുമ്മ, അവിടെ സുമ്മ പറഞ്ഞു എന്നാവും. എങ്ങനെ? അല്ലത്തി യലിൻ നസഖി വത്തറാഖി. സുമ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രേഡ് വേറെയാണ്, ഇതിന്റെ ഗ്രേഡ് വേറെയാണ് എന്ന് എന്താക്കണം? സുമ്മ ഉണ്ട്. അവിടെ നമ്മൾ ദ്വാരക്കുമ്പോൾ സുമ്മയിലാന്നിരാത്തി കേൾക്കൂലല്ല, നേരത്തെങ്കിലും കിട്ടണം. ഇത് കൊടുക്കണം സുമ്മയിലാന്നിരാത്തി. അത് കൊടുത്തതിന് ശേഷം എന്താക്കാൻ ഇവർ കൊടുത്താൽ മതി. ചിലപ്പോൾ എന്താക്കോ നിങ്ങളെ മറന്നുവിനല്ലേ സുമ്മയിലാന്നിരാത്തി ഷാബിൽ ബദരി ഇവിടെ കൊടുക്കണ്ടാകണം വാങ്ങിച്ച് പോയി. എന്നിട്ട് സുമ്മയിലാന്നിരാത്തി പോയി. ഇതെന്ത് കുറച്ചിലാണ് നീ എപ്പെങ്കിലും കിട്ടണം നോക്കിയിട്ടുണ്ട്. എന്താക്കും തർത്തീബ് അങ്ങനെ തുടങ്ങും. ക്രമത്തിന്റെ തർത്തീബ് കിതാബ് അട്ടി വെക്കുമ്പോൾ നോക്കിയാട്ടെ വിഷയത്തിന്റെ പുറോയ മറ്റെന്തെങ്കിലും വിഷയമാണ് അടിയിലാണ്ടായി. ഒരേ കിതാബ് തന്നെ മുസന്നിഫിന്റെ സർഫ് നോക്കിയിട്ട് പൊന്തിച്ചു നോക്കും. ഹിക്കമാവ് ആദ്യം വെക്കണ്ട് നോക്കിയിട്ടൊന്ന് ആരങ്ങ് തൊട്ട് കളിച്ചപ്പം തന്നെ ചെയ്യും. ഇവിടെ ആരോ ഇത് കളിച്ചിട്ടുണ്ട്. അതാ അന്നസഖു എന്ന് പറഞ്ഞാൽ ബിഅഹദിൽ ഹുറൂഫിൽ മശ്ഹൂറത്തി. മശ്ഹൂറായ അത്ഫിന്റെ അർഫുണ്ട്.
ഏതെല്ലാം? ഓ വാവ്, പിന്നെ ഫാഹ്, പിന്നെ സുമ്മ. വത്തറാഖി സ്ഥാനത്തിന് മറ്റ് പിന്തലി. ബിഖിലാഫിൽ വാവി വാവിന് മാറ്റം. അല്ലത്തി ലിൽ ഇസ്തിറാഖ് വന്നു കഴിഞ്ഞു. അതിന് മൊത്തം കൊടുക്കും. വമിസ്ലുഹു ഇതുപോലെ തന്നെ ഒരു ഹദീസ് ഉണ്ട്. അൽ ഹദീസുൽ ആഖർ അന്ന ഖതീബൻ ഖതബ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഈ ഖതീബ് ഖുതുബ ഓതി. അയാൾ ഓതിയെന്നല്ലോ. ഫഖാല മൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് റശദ. അതിൽ കുഴപ്പമൊന്നുമില്ല. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അയാൾ ഹിദായത്തിലായി. ആണെന്താക്കി? യുതിഇല്ലാഹ വറസൂലഹു ബാബു അതിന് കേസ് പറഞ്ഞിട്ടില്ല. വമൻ യഅസിഹിമാ എന്നെന്താക്കി പറഞ്ഞു. വമൻ യഅസിഹിമാനർത്ഥം എന്താ? രണ്ടാളെയും അയാൾ കുറ്റക്കേട് കാട്ടി. അപ്പൊ ഹിമയിൽ എന്തായി? അള്ളാഹു റസൂൽ ഒറ്റപ്പെടുത്തൽ വിട്ടു. അപ്പം പറഞ്ഞു സ്റ്റോപ്പ്, പറയാൻ പറ്റില്ല അല്ലേ? فقال له النبي صلى الله عليه وسلم പറഞ്ഞു ബിഇസ ഖതീബുൽ ഖൗമി അൻത. ഒരു ഖൗമിന്റെ ഖുതുബ ഓതിയാൽ നീ ഏറ്റവും ബിഇസയാണ്, നീ ഏറ്റവും പടക്കുന്നു. യാസീൻ ഹിമാൻ ഖും എണീച്ച് പോ. ഔ ഖാല ഇദ്ഹബ്, ഇവിടെ സ്ഥലം വിടുന്ന പറഞ്ഞു. അപ്പൊ ഇബാറത്തൊന്നും ഇബറയൊക്കെ പഠിക്കാണ്ട് എന്തെല്ലോ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പറഞ്ഞാലൊന്നും ദ്വായാവില്ല. ഭാര്യത ദ്വാരക്കുന്നുണ്ടെങ്കിൽ കൊല്ലങ്ങളോ ജീവിതകാലം മുഴുവനോ ഒറ്റ കലിമത് ദ്വാരുന്നാലും ഇവിടെ തീരാത്ത ദ്വാരുണ്ട്. ഓരോ വക്കത്തിലും പഠിച്ചു വെച്ചോ. മത്തജറു റാബിഹ് എന്നുണ്ട്. അവർ ഈ 54 കിതാബ് മത്തജറു റാബിഹ് ലാഭക്കച്ചവടം മിക്ക ദ്വാരകള് ഇതെന്താ ഇവിടെ നോക്കിയാൽ അങ്ങനെ എന്തുണ്ടല്ലോ. ഹിസ്നുൽ ഹസീൻ ഇല്ലേ? അപ്പൊ ഓരോ പക്കത്തിൽ എന്ത് സ്വന്തം കെട്ടിയുണ്ടാക്കിയിട്ട് പറയുന്നതിനെ കാണാം. റമദാൻ മാസം വരുമ്പോണ്ട് എന്താണ്? റമദാൻ മാസത്തിന് ആക്കണം എന്താണ്? ഹസ്മ മിമാൻ ഹസമഹു. അപ്പൊ എന്താക്കും? റമദാൻ മാസം നമ്മക്ക് അനുകൂലമാക്കണം എന്നാണ് ഇയാൾ ഉദ്ദേശം വന്നത്. നോക്കുമ്പോഴേക്ക് നമ്മൾ പ്രതികൂലമാക്കണം എന്ന ഉത്തരം കിട്ടിയത്. ഹസമഹു അപ്പൊ നമ്മൾ എതിർകക്ഷിയാക്കണം. അതിനങ്ങനെ എന്തോ ആർക്കുന്നു? ചുരുക്കത്തിലുള്ള ചെവിയിൽ ഇങ്ങനെ പ്ലേരം കൊണ്ട് പിടിക്കാൻ ഒരാളില്ല. അങ്ങനെ കാര്യമെല്ലാം കുൽമലുണ്ടാണ്. എങ്ങനെ ആക്കിയാലും തെളിച്ച പോലെ നടക്കട്ടെ, അല്ലെങ്കിൽ ദർശനം നടക്കുള്ളൂ. അല്ലെങ്കിൽ നടന്നില്ല തെളിക്കണം. ഹസമാൻ അല്ലാതെ അവിടെ അല്ലല്ലോ കേസ് കിടക്കുന്നത്. ഒമൻ യാസി ഹിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാനെ റസൂലിനെ തസ്നീന്റെ ലമീർ ഒരുമിച്ച് കൂട്ടിക്കളഞ്ഞു. ഏത്? അല്ല അതും അയാൾ പിന്നെ ലാസിം കൊണ്ട് അറിയപ്പെട്ടത്, എന്താണ് മഫ്ഹൂം കൊണ്ട് അറിഞ്ഞത്, മന്ദൂഖ് കൊണ്ട് പറഞ്ഞത്. അത് നമ്മുടെ അല്ലല്ലോ കേസ്. ഖാല അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ തങ്ങൾക്ക് എന്താ വെറുപ്പുണ്ടാക്കിയ സംഗതി? കരിഹ മിൻഹുൽ ജംഅ ബൈനൽ ഇസ്മൈനി. ഏതെല്ലാം രണ്ട് ഇസ്മ? ഒന്ന് അല്ലാഹ് എന്ന ജലാലത്തും അതെന്തിനാ നമുക്ക് തെളിവുണ്ടാകുന്നത്? വാവിന്റെ അത്ഫ് എന്തുണ്ടാകും? കേസുണ്ടാക്കുമെന്ന് വിത്താനാണ്. വാബ് കൊണ്ട് അത്ഫ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലില്ല. അതിനാ തെളിവ്. നമ്മൾ എവിടത്തേക്കാണ് തെളിവുണ്ടെന്ന് നോക്കുമ്പോൾ അവിടെ ബിഹർഫിൽ കിനായത ലമീർ ലിമാ ഫീഹി മിന തസ്വിയത്തി. അപ്പോൾ എന്താ? തസ്വിയത്ത് വന്നുപോയി എന്നാണ് ഇതിന്റെ കാരണം. വദഹബ ഗൈറുഹു, അബൂ സുലൈമാൻ അല്ലാത്തവർ പോകുന്നു അന്നഹു ഇന്നമാ കരിഹ ലഹുൽ വഖൂഫ അലാ യഹ്സിഹിമാന്റെ മോള് വഖഫ് ചെയ്ത് കളഞ്ഞു എന്നാ കേസ്. അസ്ഥാനത്ത് വഖഫ് ചെയ്താൽ വഖഫ് അങ്ങോട്ടേക്ക് പോകും. നമുക്ക് ഖുർആനോദമം ഉസ്താദ് കലമ്പെന്ന് ഉസ്താദിന്റെ കലമ്പന്റെ ആക്ഷേപയിലുള്ളൂ. ഇവിടെ നോക്ക്, എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാളും രക്ഷപ്പെട്ടു. അള്ളാഹും റസൂലും ഭയപ്പെട്ടാൽ അവൻ ഹിദായത്തിലായി, കുറ്റക്കേട് കാട്ടിയാളുമായി. അപ്പൊ പിന്നെ റസൂൽ ഇല്ലാത്ത ആളാരുമില്ലല്ല. യാസീമാനെ മുള്ളന്താക്കി മൈഞ്ഞൊത്തേനെ മുളത്തപ്പാക്കി. അവിടത്തേക്കാണ് കേസ് എന്ന് ആര് പറഞ്ഞ്? ഗൈറ്.
വഖാലു അബീ സുലൈമാന്റെ ഖൗലാണ് അസഹ എന്നുള്ള വാബ് കൊണ്ട് സാധാരണ പറയല് കേസാണ്. എന്തുകൊണ്ട് ലിമാ റൂവിയ ഫിൽ ഹദീസി സഹീഹി അന്നഹു ഖാല വമൻ യഅസിംഹാ ഫഖദ് ഗവാ. വേറെ ഹദീസിൽ യഅസിംഹാന്റെ ജവാബായിട്ട് ഫഖദ് ഗവാ പറഞ്ഞതായി വന്നിട്ടുണ്ട്. അപ്പൊ എവിടെയില്ല യഅസിംഹാന്റെ മോള് വഖഫില്ല. അപ്പൊ മലം ജദ്കുരിൽ വഖൂഫ അലാ യഅസിഹിമാ, യഅസിഹിമാന്റെ മോള് വഖഫ് ചെയ്തത് വന്നിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ അതും കേസാണ്. ഒന്ന് വാബ് കൊണ്ട് അത്തബ് ചെയ്ത്, രണ്ടാമത്തതോ ഈ യുത്ഇല്ലാഹ എന്ന യുത്ഇന്റെ മോള് വമൻ യഅസിമാന മഅസിയത്തിനെയും തഅത്തിനെ അത്തബ് ചെയ്ത് കളഞ്ഞു. ഖുർആനിലെ സ്ഥലത്ത് പറ്റില്ലേ? അവിടെ 300 ദിവസം വഖഫിൽ എന്താന്ന് മുഅക്കദിനെ പറ്റി എപ്പോഴും പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നിനും ഓർമ്മയില്ല. എന്തിനാണ് മീമിട്ടെന്ന് വെച്ചാൽ ഒന്നുണ്ടാക്കാൻ മാത്രമേ ഉത്തരവുള്ളൂ. അമ്മപ്പ ആക്കി. അപ്പൊ ഇപ്പം തിരിഞ്ഞ അപ്പൊ ഒരു ഇഷ്കാലുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന, അല്ലാഹുവിനെ മലായികത്ത് യുസല്ലൂനാന്റെ ഫെയിലിൽ എന്താക്കി മർഫൂഅ ദമീറാക്കിയിട്ട് പറഞ്ഞില്ലേ യുസല്ലൂന. നബി ഖതീബ് പറഞ്ഞ അതേ പണിയല്ലേ ഇവിടെയുള്ളത്. ഇന്നല്ലാഹ വാവ് കൊണ്ടത്ത് പോയി വ മലായികതഹു യുസല്ലൂന. ഇന്ന ഖബർ ഏതാണ്? യുസല്ലൂന. അപ്പൊ ആ യുസല്ലൂനാന്റെ ഫായിലിന്റെ ദമീറിൽ ആര് വിട്ട്? മലക്കുളം അള്ളിയും മലക്കും പെട്ടില്ലേ? അതിനാ തഖ്ദീർ അങ്ങനെയല്ല. ഇന്നല്ലാഹ യുസല്ലി വൽ മലായികത്തു യുസല്ലൂന എന്നാണ് തഖ്ദീർ. അതെന്താക്കും? ഇഖ്തിസാർ എന്ന് പറയും. രണ്ടിനും 2 ഫെയില് കൊടുത്തിട്ട് എന്താക്കും? അത്തപ്പ് ചെയ്യുമ്പോൾ ഒറ്റൊന്ന്. ഞാൻ ചായയും കടിയും കുടിച്ചിട്ടാ വരുന്നതെന്ന് പറഞ്ഞാൽ നീ കേൾക്കോ? ഈ കുടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അല്ല, അങ്ങനെ കുറെ തഫ്സീൽ വരണ്ടേ. അപ്പൊ കുടിച്ചു എന്ന് പറയുന്നത് കടിക്ക് ബാധകമല്ല. ഞാൻ ചായയും കടിയും കുടിച്ചിട്ടാ വരുന്നത്, കുടിച്ചിട്ട് അല്ലേ? തഫ്സീറിന്റെ ഉലമാക്കന്മാരും മഹാനി ഉണ്ടല്ലോ, ഖുർആനിന്റെ പദങ്ങളെ പ്രയോഗങ്ങൾ അത് ഹഖീഖത്തും മജാസ് ബയാനിലാ വിടുക. ഇതെവിടെ ബാബ് കൊടുക്കണം, എവിടെ ഇന്ന് കൊടുക്കണം, എവിടെ ഇത കൊടുക്കണം, എവിടെ ഇന്നത് കൊടുക്കണം, ഇന്നത് കൊടുക്കണം എന്നൊരു ലഫ്ലിന് ഒരു കണക്ഷൻ പറയും. അതാ മഹാനി. എവിടെ മുണ്ടിക്കണം, ഏതെ പിണ്ടിക്കണം. في قوله تعالى إن الله وملائكته يصلون على النبي. അവിടെ ഹൽ യുസല്ലൂന എന്നതാണോ റാജിഅത്തുൻ അലല്ലാഹി തആല വൽ മലായികത്തി, അള്ളാഹിന്റെ മേലിലും മലായികത്തിന്റെ മേലും ഒന്നിച്ചാണോ അംല അല്ലയോ? ഇതാ ഇഷ്കാലി. ഫഅജാസഹു ബഅദുഹും, ചിലർ അത് ജായിസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വമനഅഹു ആഖറൂന ലിഇല്ലത്തി തശ്രീക്, അവിടെ തശ്രീക് എന്ന ഇല്ലത്താണ് വന്നത്. രണ്ടാണ് കൂട്ടി പറഞ്ഞു. അവിടെ കേസ് ആയത്ത് നെസ് വന്നില്ലേ? നെസ് വരുമ്പോൾ എന്താക്കണം? തശ്രീക് ഇല്ലാതെ ഒപ്പിക്കണം. മലായികത്തിലേക്ക് മാത്രം കൊടുക്കുക. എന്നിട്ടോ ഈ രണ്ടാമത് പറഞ്ഞ യുസല്ലൂനയിൽ നിന്ന് ഒരു മുഫറദായ യുസല്ലി ആദ്യം തക്ദീറും ചെയ്യാം. അപ്പൊ ഇന്നല്ലാഹ യുസല്ലി വമലായികതഹു യുസല്ലൂന എന്നാണ് വേണ്ടത്. വഖദ്ദറുൽ ആയത ഇന്നല്ലാഹ യുസല്ലി വമലായികതഹു യുസല്ലൂന. അവസരം തീരുവില്ലേ? ഒറ്റ വിടലും അങ്ങനെ വിടലും ബാഹിതാക്കി ഒന്ന് തിരിയൂല. പറഞ്ഞു അതാണ് ചർച്ചയുടെ തീർന്ന്. അപ്പൊ ഖതീബിനെ പുറത്താക്കിയത് ബാബു കൊണ്ട് അത്തപ്പ് ചെയ്ത വകയിൽ തന്നെയാണ്. മറ്റൊരു തെറ്റ് അയാൾ ചെയ്തതായിട്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞു. യാസിംഹ എന്ന് പറഞ്ഞിട്ട് വഖഫും ചെയ്തിരുന്നുവെങ്കിൽ 2 തെറ്റുണ്ട്. അൻജഅല ത്വാഅതക ത്വാഅതഹു, തങ്ങളുടെ താഅത്ത് എന്താക്കി? തങ്ങളെ വഴിപ്പെടൽ അല്ലാഹുക്ക് വഴിപ്പെടലാക്കി മാറ്റിയിട്ടുണ്ട്. ഫഖാല മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ എന്ന് പറഞ്ഞു. വഖദ് ഖാല തആല ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്.
നിങ്ങൾ അള്ളാഹനെ മഹബത്ത് വെക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റണം, എന്നാൽ അള്ളാഹു നിങ്ങളെ മഹബത്ത് വെക്കും എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങളെ സ്നേഹിച്ചാൽ അള്ളാഹനെ സ്നേഹിക്കലായി. തങ്ങളെ സ്നേഹിച്ചാൽ അവൻ അള്ളാഹു ഇവനെ സ്നേഹിച്ചാൾ പോയി. ഇതുകൊണ്ടാണല്ലോ ഹിയയിൽ പറഞ്ഞത് അള്ളാഹനെ സ്നേഹിക്കൽ എന്നുള്ളത് തസവ്വുറാണോ? കാരണം അള്ളാഹ് നമ്മളെ ജിൻസിലേ വിട്ടിട്ടില്ല, പിന്നെ എങ്ങനെ സ്നേഹിക്കല് എന്ന് ചില ഇമാമിങ്ങൾ ഇഷ്കാലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹനെ സ്നേഹിക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിക്കലാണ്, ഔലിയാക്കളെ സ്നേഹിക്കലാണെന്ന് അവൻ തഹ്വീൽ കൊടുത്തു. പക്ഷെ ഗസാലി ഇമാമിനെതിരെ അള്ളാഹിനെ തന്നെ സ്നേഹിക്കാം. എന്തുകൊണ്ട്? സ്നേഹിക്കുന്ന കാര്യകാരണങ്ങൾ സ്ഥാപിച്ച് ഇതെല്ലാം അള്ളാഹ്ക്കുണ്ടെന്ന് സ്ഥാപിച്ചു. അത് ഹിയയിലുണ്ട്. റോവിയ അന്നഹു ലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഈ ആയത്തിറങ്ങിയപ്പോൾ ഖാലൂ, ചില ജനങ്ങൾ പറഞ്ഞ്, ഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദു അൻ നത്തഖിദഹു ഹനാനാ, സ്നേഹിച്ച് ഒരാരാധ്യനാക്കാൻ മുഹമ്മദ് ഉദ്ദേശിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തി പറഞ്ഞു. എല്ലാത്തിനും തങ്ങളെ പറയുമ്പോൾ അള്ളാഹിനെ പറയുമ്പോൾ തങ്ങൾ. അപ്പോൾ അള്ളാഹിന്റെ കൂട്ടത്തിൽ എന്താക്കണം? ആരാധിക്കപ്പെടണം എന്നിവരെ പറഞ്ഞേക്കൂന്ന് ആര് പറഞ്ഞു? ഖാലൂന സഹാബികളെല്ലാം പറയുന്നത്. അന്ന മുഹമ്മദ് യുരീദു അൻ തഖ്ലഅ ലഹു ഖുദൂഅൻ യുഅദ്ദി ലിഇബാദതിഹി, ഇബാദത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള കീഴൊതുക്കം വേണം. കമാ അബദത്തിൻ നസാറ ഈസ ബിന മറിയം, നസാറാക്കള് ഈസ അലൈഹിസ്സലാമിനെ ആരാധിച്ച കോലത്തിലേക്ക് എത്തിക്കൂന്നെന്താക്കി ചിലർ പറഞ്ഞു, ആക്ഷേപിച്ചു. അതാ കമത്തഖദത്തിൻ നസാറ ഈസ. ഫഅൻസലല്ലാഹു തആല ഖുൽ അതീഉല്ലാഹ വർ-റസൂൽ എന്നെന്താക്കി അല്ലാഹു തആല ആയത്തിറക്കി. അപ്പോൾ ഫഖറന ത്വാഅതഹു തആല ബിത്വാഅതിഹി, അപ്പോൾ തങ്ങളുടെ താറ്റുമായിട്ട് അള്ളാഹിന്റെ താറ്റിനെ കോർത്തിണക്കുകയാണ് ചെയ്തത്. എന്തിനാ? റഹമല്ലഹും, ഈ വാദക്കാറ എതിർത്തുകൊണ്ട് തന്നെ. റദ്ദല്ല, അത് അങ്ങനെ അതുകൊണ്ട് അള്ളാഹിനെ അറിയുന്ന പോലെ അറിഞ്ഞാൽ റസൂലാവൂല, റസൂൽ അറിയുന്ന പോലെ അറിഞ്ഞാൽ അള്ളിയാവൂല. അള്ളാഹ്ക്കുള്ള സിഫാത്താ തങ്ങൾക്കുള്ളത്. അപ്പം പിന്നെ ആരാ അവരെ പിടിച്ചിട്ട് ഇലാഹാക്കല്? ഇലാഹാക്കുന്നു അങ്ങനെ തന്നെയാ പറയുന്നുണ്ട്. റഹ്മൻ അല്ല, ഇല്ലെന്നല്ലല്ലോ, റഹ്മൻ അവരുടെ വാദത്തിനെ ഇടിക്കാൻ വേണ്ടിയിട്ട്. وقد اختلف المفسرون في معنى قوله تعالى في الكتاب فاتحة سورة اهدنا الصراط المستقيم صراط الذين أنعمت عليهم എന്ന് പറഞ്ഞ ആയത്തെ صراط الذين أنعمت عليهم ആരാണ്? മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പം നബിമാരും വരുമ്പോൾ മുത്തനബി ഇല്ലാത്ത നബി പട്ടിക ഉണ്ടാവുമോ? പ്രസിഡന്റിനെ തള്ളിയിട്ട് യോഗം വിളിക്കുന്നത് സംഘടനക്കാരെ വിളിക്കുള്ളൂ. പ്രസിഡന്റ് യോഗത്തിന് എതിർക്കുന്നു തോന്നിയാൽ പ്രസിഡന്റിനെ ഒഴിവാക്കിയിട്ട് എന്താകും? ഓരോ യോഗം നടത്തും. അപ്പൊ തലന വാദം എന്തിരിക്കും? പക്ഷെ ഇവിടെ എന്താ? മിനൻ നബിയ്യീന എന്ന് പറയുമ്പോ തലപ്പത്തിരിക്കുന്ന നബിനെ ഒഴിവാക്കൂല. ഫഖാല അബുൽ ആലിയ വൽ ഹസനുൽ ബസരി, രണ്ടാളും പറയുന്നു അസ്സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. കൂടെ വഖിയാറു അഹ്ലി ബൈത്തിഹി, അഹ്ലു ബൈത്തിൽപ്പെട്ട നേതാക്കന്മാരുമാണ്. വഅസ്ഹാബിഹി, തങ്ങളുടെ അസ്ഹാബിമാരിലുള്ള നേതാക്കന്മാരെല്ലാം അടക്കാൻ പറയും. അപ്പൊ തങ്ങളും തങ്ങളുടെ അത്തുബായങ്ങളായ മറ്റു മുർസലീങ്ങളും അഹ്ലു ബൈത്തും അയിമ്മത്തും എല്ലാം അടക്കം അതിൽ വന്നിരിക്കുന്നു. ഹകാഹു അൻഹുമാ, അരെ മാവറദി ഇമാമാണ് ആരെ അബുൽ ആലിയെ തൊട്ടും ഹസനുൽ ബസരിയെ തൊട്ടും റിവായത്ത് ചെയ്തത്. മാവറദി ഇമാമിനുണ്ട് ദലാലുൻ നബുവ എന്ന് പറഞ്ഞ കിതാബ് ഇവിടെ തന്നെ ഉണ്ട്. ഇനി വഹക മക്കിയുൻ, ഇനി മാവറദി ഇമാമിന് പുറമെ മക്കി എന്ന് പറഞ്ഞ ഒരാളെ പേര് പറയും. നഹ്വഹു, ഇതുപോലത്തെ അർത്ഥം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? وقال رسول الله صلى الله عليه وسلم وصاحبه أبو بكر وعمر. നേരത്തെ ആ കുറച്ച് വിശാലത പോയി. കാല റസൂൽ, കാലാന്റെ ഫായിലല്ല റസൂലുള്ളാഹി. ഇതിൽ ഹുവാന്നില്ല, അവിടെ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി ഹുവാന്ന് വേണ്ടതായിരുന്നു. കാല എന്ന് പറഞ്ഞാൽ മക്കിയ് പറയുന്നു, പക്ഷെ ആ അർത്ഥം വരുന്നതാ പറഞ്ഞത്.
അതിന് തുല്യമായിട്ടല്ല. തുല്യമായിട്ടാണെങ്കിൽ മൂന്നാളും കൂടെ പോയാൽ പോരെ. ഏതല്ലോ അബുൽ ആലിയും പറഞ്ഞു, ഹസനുൽ ബസരിയും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാവർദി അതല്ലല്ലോ. പക്ഷെ മിസിലായിട്ടില്ല, നെഹവേ ആയിട്ടുള്ളൂ. നെഹവ് എന്ന് പറഞ്ഞാൽ ഇത് അർത്ഥത്തിൽ ചോദിക്കുന്നു. എന്നിട്ടോ വഖാല, ഈ മക്കിയെന്നൂറ് പറയുന്നത് ഇത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വസാഹിബാഹു അബൂബക്കർ വ ഉമർ. അപ്പൊ അതിൽ മറ്റുള്ള ആളെല്ലാം വിട്ടു. ഇനി വഹക അബുൽ ലൈസ് സമർഖന്ദിയു മിസ്ലഹു, അത് മിസ്ല തന്നെ പറഞ്ഞു. അപ്പുറം നെഹ്വഹു ഇപ്പുറം മിസ്ലഹു എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണ്. അബുൽ ആലിയെ തൊട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അബുൽ ആലിയെ നേരത്തെ ബിൽപ്പെട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഫീ ഖൗലിഹി തആല സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നതിൽ അബുൽ ആലിയ പറഞ്ഞല്ലോ. ഖാല ഫബലഗ ദാലികൽ ഹസന, അബുൽ ആലിയ പറഞ്ഞത് ഹസനുൽ ബസരിക്ക് എത്തി. അപ്പൊ മൂപ്പറായി എന്തെങ്കിലും മാർക്ക് കൊടുക്കണ്ടേ? ഫഖാല സദഖ വല്ലാഹി, അതാ അബുൽ ആലിയ പറഞ്ഞത് വളരെ സത്യമാണ്. വനസഹ, ജനങ്ങളൊക്കെ നുസുഹോട് കൂടി പറഞ്ഞു എന്നാ പറഞ്ഞത്. 20 എന്ത് കിട്ടി? അബുൽ ആലിയ പറഞ്ഞത് ഹസനുൽ ബസരി ശരിവെച്ചു. വഹക്കൽ മാവർദിയു ദാലിക, മാവർദി ഇമാം ഫി തഫ്സീർ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞതിൽ അൻ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് തങ്ങളെ തൊട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പത്രയോ തെളിവുദ്ധരിച്ചു. വഹക അബൂ അബ്ദുല്ലാഹി സുലമി റളിയല്ലാഹു അൻ ബഅലിഹിം ഫി തഫ്സീർ ഖൗലിഹി തആല ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ മുസ്ഖാ എന്നതായിട്ടുണ്ട്. അല്ലാഹു വലിയുല്ലദീന ആമനു, അതിന് മുമ്പല്ലേ ആയത്തുൽ കുർസിയുടെ ലാസ്റ്റ് നോക്ക്. വഹുൽ അലിയ്യുൽ അലീം ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യി വമൻ യുഅ്മിൻ ബില്ലാഹി. അതിനപ്പുറം അതിന്റെ ബാക്കി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ മുസ്ഖാ, പൊട്ടാത്ത ഉറപ്പുള്ള കയറ് കൊണ്ട് മുറുകെ പിടിച്ചെന്നല്ലേ. ആരാണത്? അന്നഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കയറിനോട് ഉപമിച്ച് അതിന് വസ്ഫും പറഞ്ഞു, പൊട്ടാത്തത്. കയറിനോട് ഉപമിക്കുന്നതിനാ എന്തെങ്കിലും പിടിച്ചു തൂങ്ങാൻ, ഏണി പോയാലും പിടിച്ചു തൂങ്ങാല. അത് തന്നെ പൊട്ടുപോലെ സംശയിച്ചാൽ എനിക്ക് ഒരു അമ്മിന് കിട്ടൂല. അപ്പൊ പൊട്ടാത്തത് എന്ന് വസ്ഫം പറഞ്ഞാൽ എന്തായി? അപ്പൊ രണ്ട് തസ്ബീഹുണ്ട് അവിടെ. അന്നഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വക്കീല മറ്റൊരു കയ്യിലുണ്ട് അൽ ഇസ്ലാം ആണെന്നും വക്കീല ഷഹാദത്തു തൗഹീദ്, എല്ലാം കണക്കന്നെ. وقال سهل رضي الله عنه في قوله تعالى وإن تعدوا نعمة الله لا تحصوها എന്ന് പറഞ്ഞു. നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിനെ എണ്ണുകയാണെങ്കിൽ അതിനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത്. ഖാല നിഅമതുഹു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് കിട്ടിയ നിഅമത്ത് തന്നെ എണ്ണാൻ തീരൂല. മറ്റുള്ള നിയമത്തെല്ലാം നിൽക്കട്ടെ, തങ്ങളെ കൊണ്ട് കിട്ടിയ നിയമത്ത് തന്നെ എണ്ണിയാൽ തീരൂല എന്നേ പറഞ്ഞിരിക്കുന്നു. وقال جل وعلا والذي جاء بالصدق وصدق به أولئك هم المتقون. والذي جاء بالصدق, സിദ്ഖുമായി വന്നവർ ഒരാളുണ്ട് അവിടെ. വസദ്ദഖ ബിഹി, അതുകൊണ്ട് തസ്ദീഖാക്കിയ ഒരാളും. എന്നിട്ടോ ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് ശരിയായ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിന്. ഇവിടെ അല്ലദീ ജാഅ ബിസ്സിദ്ഖി ആരാണ്, അല്ലദീ സദ്ദഖ ബിഹി ആരാണെന്നാ ചോദിക്കുന്നത്. ഇതിനപ്പുറം വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയൂലേ. അക്സറുൽ മുഫസ്സിരീന അലാ അന്നല്ലദീ ജാഅ ബിസ്സിദ്ഖി എന്ന് പറഞ്ഞത് ഹുവ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വസദ്ദഖ ബിഹി ആരാണ്? തങ്ങൾ അസ്ഹാബിമാരും. അതാ കാല ബഅദുഹും, ചിലർ പറയുന്നു വഹുവല്ലദീ സദ്ദഖ ബിഹി, ഇത് ജാഅ ബിസ്സിദ്ഖിയും സദ്ദഖ ബിഹിയും തങ്ങൾ തന്നെയാണ്. തങ്ങൾ കൊണ്ടുവന്നതിനെന്താക്കും? തങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അവരാദ്യം അബുൽ മുഅ്മിനീങ്ങളാവുമല്ലോ. വഖുരിയ വസദഖ എന്നുള്ളത് ബി തഖ്ഫീഫ്. അപ്പൊ വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദഖ ബിഹി, അങ്ങനെ ഖിറാഅത്തുണ്ട്. അപ്പൊ എന്താക്കി? തസ്ദീഖ് ആക്കി എന്നല്ല, അത് സത്യം പറഞ്ഞു എന്നായി. നമ്മ സദഖല്ലാഹു സദഖ റസൂലു. വഖാല ഗൈറുഹും പറഞ്ഞു അല്ലദീ സദ്ദഖ ബിഹി എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളാണ്. തങ്ങൾ കിതാബ് സിദ്ഖായ കിതാബ് കൊണ്ടുവരുന്നു, അതോടൊപ്പം മുഅ്മിനീങ്ങൾ തസ്ദീഖാക്കുന്നു.
അപ്പൊ ആമ്മയി. വക്കീല അബൂബക്കറാണെന്ന് കീല, അപ്പൊ ഖാസായി. വക്കീല അലിയാണെന്ന് പറയുമ്പോൾ ഖാസായി. വക്കീല ഗൈറു ഹാദാ മിനൽ അഖ്വാൽ, ഇങ്ങനെ പല കൗലുകളുമുണ്ട്. വഅൻ മുജാഹിദിൻ ഫീ ഖൗലിഹി തആല, ഇത് ഇപ്പോഴത്തെ മുജാഹിദല്ല, മുതകബ്ബിറുൻ ജബ്ബാറായ മുജാഹിദല്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് മാത്രമാണ് കൽബുകൾ സമാധാനിക്കുക എന്ന്. ഇവിടെ പറഞ്ഞ കാലബി മുഹമ്മദിൻ സല്ലല്ലാഹു അസ്ഹാബിഹി, മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയൽ കൊണ്ടും അസ്ഹാബിമാരെ പറയൽ കൊണ്ടുമാണ് മുഅ്മിനീങ്ങളുടെ കൽബിന് തുമനീനത്തുണ്ടാവുക. അപ്പൊ അല്ലാഹി എന്നുള്ളതാക്കി ബദലാക്കിയിട്ട് മുഹമ്മദ് വസ്ഹാബിയാക്കി, അത് മജാസ് മുർസൽ. അപ്പൊ തങ്ങളെ ചരിത്രവും പഠിക്കണം, അസ്ഹാബിമാരുടെ ചരിത്രവും പഠിക്കാനും കൽബിന് തുമനീനത്തുണ്ടാവുള്ളൂ. ഇത് ഒക്കൂല, അത് തഫ്സീറിനെ കൊണ്ടുണ്ട്. അപ്പൊ ഉലായിക്ക് ജമ്മാക്കിയതുകൊണ്ടാണ്. ജമ്മാക്കുമ്പോൾ ഉലായിക്ക് തഅദീമിന്റെ എന്ന് പറയും. ഞാൻ നിങ്ങളെ കാണുമ്പോൾ നീ എന്ന് വിളിക്കൂലല്ലോ, നിങ്ങളെന്ന് വിളിച്ചാൽ നിങ്ങൾ പറയാറുണ്ടാ. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ മുഖാത്തബ് ജമ്മില്ലല്ലോ, ഇത് തഅദീമിന്റെ എന്ന് പറയും. അദ്ദേഹത്തിനായി ഫസൽ സാനിയായി. ഇനിയിപ്പോൾ 3 ക്ലാസ്സേ കിട്ടും.